ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ റിവിഷൻ സീരീസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇതുവരെ അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. റിവിഷൻ സീരീസ് എന്നൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ എല്ലാ ക്ലാസ്സുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ചോദ്യം ശ്രദ്ധിക്കണം. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്നാണ് ഇവിടെ ചോദ്യം. ആറ്റം കണ്ടുപിടിച്ചത് ആര് എന്നല്ല. അപ്പോൾ ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ ആവില്ലല്ലോ ഉത്തരം. കാരണം എന്താ? ജോൺ ഡാൾട്ടൺ എന്താണ്? ജോൺ ഡാൾട്ടൺ ആറ്റം കണ്ടുപിടിച്ചതാണ്. പിന്നെ ഏണസ്റ്റ് റൂദർഫോർഡ് ആണോ? ഏണസ്റ്റ് റൂദർഫോർഡ് അല്ല അല്ലെ. ഏണസ്റ്റ് റൂദർഫോർഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമായ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും അതുപോലെ തന്നെ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണമായ പ്രോട്ടോൺ കണ്ടെത്തിയതും ഒക്കെ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പൊ ഏണസ്റ്റ് റൂദർഫോർഡ് അല്ല, പിന്നെ ആരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ്. ഓസ്റ്റ്വാൾട്ട് ആണ് എന്ത് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ഓസ്റ്റ്വാൾട്ട് ആണ്. ഓക്കെ, നമ്മൾ ഏതൊരു പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഇപ്പൊ നമ്മൾ റിവിഷൻ ചെയ്യുന്ന എക്സാമുകൾക്ക് ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുമ്പോഴും ആറ്റം എന്ന ഭാഗം എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോയിട്ടുണ്ടാവണം. അതിൽ ആറ്റത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മുഴുവൻ നമ്മൾ ഇന്നത്തെ റിവിഷനിലൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ എല്ലാ ഭാഗവും നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് പോവുക. ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ എക്സാം ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം കേട്ടോ. എക്സാം അറ്റൻഡ് ചെയ്ത് ഏതെങ്കിലും, ഞാൻ എപ്പോഴും ഗ്രൂപ്പിൽ പറയുന്ന കാര്യമാണ്, എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗം ഫാൾട്ട് പറ്റുന്നുണ്ടെങ്കിൽ വിട്ട് കളയരുത്. ആ ക്വസ്റ്റ്യൻ മാത്രം പോരാ നിങ്ങൾക്ക്. ഫാൾട്ട് പറ്റി തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തരുന്ന എക്സാമിൽ അതിന്റെ ശരി ഉത്തരം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശരി ഉത്തരം പഠിച്ചു എന്ന് പറഞ്ഞു പോകും. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അവിടുന്ന് മനസ്സിലാക്കണം, നിങ്ങൾ ആ ഒരു ശരി ഉത്തരം മാത്രം ശരിയാക്കിയാൽ പോരാ, പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവണം. കാരണം അവിടെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ആ ഭാഗവുമായി ഏതൊരു ഭാഗവും ആ ടോപ്പിക്കിൽ നിന്നും ഏതൊരു ഭാഗവും നിങ്ങൾ തെറ്റിക്കും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം തെറ്റിപ്പോയാൽ ആ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിട്ട് പോകരുത്, എല്ലാതും ഉൾപ്പെടുത്തി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് ആറ്റത്തിനെ പറ്റി നോക്കാം. ആരാണ് ആറ്റം കണ്ടുപിടിച്ചത്? നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ അല്ലെ. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. ആരാണ്? ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. ഓക്കെ, ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. ആറ്റം കണ്ടുപിടിച്ച വ്യക്തിയാണ് ജോൺ ഡാൾട്ടൺ. ആറ്റം ഏത് പദത്തിൽ നിന്നാണ് രൂപം കൊണ്ടത്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നും, ഒരു വട്ടം കൂടി വാ, ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ആറ്റം കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം രൂപം കൊണ്ടത് ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ്. എന്താണ് ആ പദത്തിന്റെ അർത്ഥം? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. ആ അർത്ഥം പഠിച്ചു വെക്കണം. എന്താണ് ആറ്റമോസ്? ഓക്കെ, ആറ്റമോസ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദമാണ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം, എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത്. എന്താണ്? വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര് എന്ന് ചോദ്യം വന്നാൽ അത് ഓസ്റ്റ്വാൾട്ട് ആണ്. ആരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ് ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾട്ട് ആണ്. ഈ ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ എന്താണ്? നൈട്രിക് ആസിഡ് നിർമ്മാണമാണ് അല്ലെ ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ എന്നറിയപ്പെടുന്നത്. അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ നൈട്രിക് ആസിഡ് നിർമ്മാണമാണ്. നൈട്രിക് ആസിഡ് നിർമ്മാണമാണ് ഓസ്റ്റ്വാൾട്ട് പ്രക്രിയ. അപ്പൊ ആറ്റമോസ് എന്ന ഗ്രീക്ക് പദമാണ്. ഗ്രീക്ക് പദമാണ്, ലാറ്റിൻ അല്ല, ഗ്രീക്ക് ആണ്. ലാറ്റിൻ അല്ല, ഗ്രീക്ക് പദമാണ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. ആറ്റം എന്ന പദത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ വിഭജിക്കാൻ കഴിയാത്തത്. വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഓസ്റ്റ്വാൾട്ട് ആണ്. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ആറ്റം കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഇനി ഡൗട്ട് ഇല്ലല്ലോ, പഠിച്ചു വെക്കണം. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്, ഇനിയും റിപ്പീറ്റ് ചെയ്ത് വരും. കാരണം PSCക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ് ആറ്റം. അപ്പൊ അതിൽ നിന്ന് തന്നെ ഈ ആറ്റം കണ്ടുപിടിച്ച ആൾ എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആറ്റം കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ ആണ് ആറ്റം കണ്ടുപിടിച്ചത്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഓസ്റ്റ്വാൾട്ട് ആണ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം രൂപം കൊണ്ടത്. ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. അതുവരെ ക്ലിയർ അല്ലേ? ഇനി ആറ്റത്തിന് 3 മൗലിക കണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. കേട്ടിട്ടില്ലേ? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നീ 3 കണങ്ങളുണ്ട് അല്ലേ? 3 കണങ്ങളുണ്ട്. അപ്പോൾ അതിനൊരു കോഡ് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയുന്ന കോഡാണ്. ഓക്കെ,
പെൻ RTC കോഡായിട്ട് പഠിക്കുന്നവർ കോഡായിട്ട് പഠിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് ഞാൻ സെറ്റ് ആക്കിയിട്ട് പോകും കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് ഞാൻ സെറ്റ് ആക്കി തരലുണ്ട്, എന്നാലും കോഡായിട്ട് പെട്ടെന്ന് സിമ്പിളായി പഠിക്കണം എന്ന് തോന്നുന്നവരാണെങ്കിൽ ഈ കോഡൊന്ന് ഓർത്ത് വെക്കുക. പെൻ RTC എന്നാണ് കോഡ്. പെൻ RTC കോഡ്. ഇങ്ങനത്തെ കോഡുകൾ ഓർക്കാൻ കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ സെറ്റ് ആക്കിയിട്ട് പോകുള്ളൂ. ടെൻഷൻ ആവുമൊന്നും വേണ്ട. ഈ കോഡ് ഇനി പഠിച്ചു വെക്കേണ്ടതെന്ന് ആലോചിച്ചൊന്നും ടെൻഷൻ ആവേണ്ട. നമ്മൾ ഇന്ന് സെറ്റ് ആക്കിയിട്ട് പോകും. ആദ്യം പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ എന്താ? റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ്. പോസിറ്റീവ് അല്ലേ? പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്. ഓക്കെ, പ്രോട്ടോൺ ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ്. അപ്പൊ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് പ്രോട്ടോൺ. ഓക്കെ, പ്രോട്ടോൺ ആണ് ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം. ഇനി ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ്. അതാണ് ഇവിടെ ഒരു ടി എന്താണ്? തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. ജെ തോംസൺ ആണ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അതാണ് ഇവിടെ ഒരു ടി. തോംസന്റെ ടി ആണ് കേട്ടോ അത്. പിന്നെ NL ന്യൂട്രോൺ ആണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ് കേട്ടോ. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. അപ്പൊ ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഏതാന്ന് ചോദിച്ചാൽ എന്താണ്? അത് ഇലക്ട്രോൺ ആണ്. ഇനി ചാർജ് ഇല്ലാത്ത കണം, അത് N വെച്ച് കണക്ട് ചെയ്താൽ മതി. ന്യൂട്രോൺ നോ ചാർജ്. ഓക്കെ, ന്യൂട്രോൺ നോ ചാർജ്. ആ N വെച്ച് മാത്രം കണക്ട് ചെയ്യുക. നോ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ. അത് കണ്ടുപിടിച്ചത് ഈ C ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ഓക്കെ, ചാഡ്വിക്കിന്റെ C ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ കോഡ് കണക്ട് ചെയ്ത് പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ കോഡ് യൂസ് ചെയ്ത് പഠിക്കുക. അല്ലാത്തവർക്ക് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് സെറ്റ് ആക്കാവേ. അപ്പൊ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. അപ്പൊ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഏണസ്റ്റ്. നമുക്ക് ഇവിടെ ആറ്റത്തിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കുറച്ച് കണ്ടുപിടുത്തക്കാരെയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് മാതൃകകള് അവതരിപ്പിച്ച ആളുകളെയൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മറ്റേ സൗരയുധ മാതൃക, പ്ലം പുഡിംഗ് മോഡൽ, ഇതൊക്കെ നമുക്ക് പഠിക്കാണ്ട്. ആദ്യം ഇത് സെറ്റാക്കിയിട്ട് പോവുക, എന്നിട്ട് നമുക്ക് മാതൃകകളിലേക്ക് കടക്കാം കേട്ടോ. ആറ്റം പഠിക്കുമ്പോൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഹോട്ട് ടോപ്പിക്കുകൾ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ PSC ഗ്രൂപ്പിൽ ഹോട്ട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. ആറ്റത്തിന്റെ മൗലിക കണങ്ങളും പിന്നെ ഞാൻ കോമറ്റിട്ട് എഴുതിയാണ് മാതൃകകൾ അല്ലേ? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ, അതുപോലെ തന്നെ സൗരയുധ മാതൃക, ഇതൊക്കെയാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ ഞാൻ ടോപ്പിക്കുകളായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. 60 ഹോട്ട് ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് ആറ്റം എന്ന് പറഞ്ഞപ്പോൾ ആറ്റത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ഒന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഹോട്ട് ടോപ്പിക്കുകൾ ഉൾപ്പെടുന്ന ഭാഗമാണ് ഏത്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്ന ഭാഗങ്ങളും പിന്നെ ആറ്റത്തിന്റെ സൗരയുധ മാതൃക, അതുപോലെ തന്നെ പ്ലം പുഡിംഗ് മോഡൽ, തണ്ണിമത്തൻ മാതൃക, ഇതൊക്കെ ഏതിൽ പെടുന്നതാണ്? ഇതൊക്കെ ഹോട്ട് ടോപ്പിക്കുകളിൽ പെടുന്നതാണ്. എന്തായാലും റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ വരും. കാരണം ഇതുവരെ എക്സാം എഴുതിയ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആര്? അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. സൗരയുധ മാതൃക ഏണസ്റ്റ് റൂദർഫോർഡ്, പ്ലം പുഡിംഗ് മോഡൽ ജെ തോംസൺ, അങ്ങനെ ഓരോന്ന് തരും. അതിൽ തെറ്റായത് തരും. അപ്പോൾ അതെന്തായാലും പഠിച്ചു വെച്ചിട്ടുണ്ടാവണം. ഹോട്ട് ടോപ്പിക്കിൽ ഞാൻ ഉൾപ്പെടുത്തിയ ഒരു സാധനമാണ്. അത്രക്കും ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു? ആദ്യം ഒരാൾ കണ്ടുപിടിച്ചല്ലോ. എന്താണ്? ആറ്റം കണ്ടുപിടിച്ച ആളെ നമ്മൾ പഠിച്ചു. അതാരാണ്? ജോൺ ഡാൽട്ടൺ ആണ്. ആറ്റം കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ജോൺ ഡാൽട്ടൺ ആണ്. പിന്നെ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പിന്നെ നമ്മൾ ഏതാ പഠിച്ചത്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ. അപ്പൊ പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്, ഇലക്ട്രോൺ ജെ തോംസൺ. പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്, ഇലക്ട്രോൺ ജെ തോംസൺ. പ്രോട്ടോൺ ഏണസ്റ്റ് റൂദർഫോർഡ്, ഇലക്ട്രോൺ ജെ തോംസൺ. പിന്നെ ഒരാളെയും കൂടി പഠിച്ചു, ന്യൂട്രോൺ ആണ്. അത് ജെയിംസ് ചാഡ്വിക് ആണ് അല്ലേ? ജെയിംസ് ചാഡ്വിക്. ഓക്കെ, കോഡ് ഉൾപ്പെടുത്തി പഠിക്കുന്നവർക്ക് പെൻ RTC കൊടുത്തിട്ടുണ്ട്. അതല്ലാത്തവർ ഇത് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പോസിറ്റീവ് ചാർജുള്ള കണമാണ് കേട്ടോ. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും. എന്തൊക്കെ തരും? ഇലക്ട്രോണിന് ചാർജ് ഇല്ല എന്നൊക്കെ തരും. എന്താ? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ചാർജ് ഉണ്ട്, അത് നെഗറ്റീവ് ചാർജ് ആണ്. ചാർജ് ഇല്ലാത്തത് നോ ചാർജ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? നോ ചാർജ് ന്യൂട്രോൺ ആണ്. അപ്പൊ അത് മനസ്സിലാക്കി തന്നെ പഠിക്കാം. നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത് കൊണ്ടാണ് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ മനസ്സിലാക്കി തരുന്നത്. നിങ്ങൾക്ക് ഇനി ജസ്റ്റ് ഓരോ വൺ വേർഡുകൾ ഞാൻ ഇതുവരെ തന്നിട്ടില്ലല്ലോ. വൺ വേർഡ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ വൺ വേർഡ് ഇത് മാത്രം കാണാതെ പഠിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാത്തിനും ഒന്ന് മനസ്സിലാക്കി തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി വൺ വേർഡ് ആണെങ്കിലും അത് ഏത് രീതിയിൽ വന്നോന്നും അതെങ്ങനെ പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മീൻസ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റുകൾ വരും, ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഇനി വരും. സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ് ശരിക്കും ഏറ്റവും നല്ലത്. സുഖമായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാനും, ശരിക്കും ഒരു ലോജിക്കലി ചിന്തിക്കുന്ന ആളുകളാണെങ്കിൽ സുഖമായിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് ഒരുപാട് ആൻസറുകളിലേക്ക് എത്താൻ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് സഹായിക്കും. വൺ വേർഡ് ആണെങ്കിൽ നമുക്ക് നേരെ ആൻസർ അറിയുന്നേ വേണം. സ്റ്റേറ്റ്മെന്റ് അങ്ങനെയല്ല, ഏതെങ്കിലും ഒക്കെ ഒന്ന് അറിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നന്നായി പഠിക്കുന്നവർക്ക്, നല്ല ലോജിക്കലി ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവരെക്കാൾ നല്ല ലോജിക്കലി ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ നല്ലതാവും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ
ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി പഠിക്കുക. വെറുതെ പണ്ടത്തെ പോലെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി തവള, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി തവള ഈ രീതിയിൽ പഠിച്ചു പോകരുത്. സാമാന്യ ബോധത്തിൽ മനസ്സിലാക്കുക, തവളക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാനുള്ള ശേഷിയുണ്ട്. ഓക്കെ, അത്ര അങ്ങനെ മനസ്സിലാക്കി വെച്ച് പഠിക്കുക. വെറുതെ പണ്ട് പഠിച്ചിരുന്ന പോലെ അങ്ങനെ വായിച്ച് കാണാതെ പഠിച്ചു പോകരുത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു? പ്രോട്ടോണിന് എന്ത് ചാർജാണ്? പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണ്. എങ്ങനെയാണ് ചോദ്യം വരിക? താഴെ തന്നിരിക്കുന്നതിൽ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം ഏത്? അങ്ങനെ ഒരു വൺ വേർഡ് ചോദ്യം വന്നാൽ അതെന്താണ്? പ്രോട്ടോൺ ആണ്. ഇനി സ്റ്റേറ്റ്മെന്റ് തന്നാലോ പ്രോട്ടോണിന് നെഗറ്റീവ് ചാർജ് ആണ്, ആണോ? അല്ല. എന്താണ്? അങ്ങനെ ഞാൻ പറഞ്ഞു തന്നാണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് പ്രോട്ടോൺ. നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ. നെഗറ്റീവ് ചാർജ് ഉള്ള കണമാണ് ഇലക്ട്രോൺ. ആറ്റത്തിന്റെ 3 മൗലിക കണങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ താഴെ തന്നിരിക്കുന്നതിൽ ആറ്റത്തിന്റെ 3 മൗലിക കണങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദ്യം വരും. ഈ 3 മൗലിക കണങ്ങൾ പഠിച്ചു വെക്കണം. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. നമുക്ക് 3 എണ്ണമായിട്ട് പഠിക്കാനുള്ള എല്ലാ സാധനങ്ങളും കാണാതെ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നു ചോദിച്ചാൽ ഇങ്ങനെ ഒരു ചോദ്യം അവിടെ വരാൻ ചാൻസ് ഉണ്ട്. എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ ഇതുമായി ബന്ധമില്ലാത്തത് ഏത്? ഇപ്പൊ ഉദാഹരണത്തിന് ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായ മലയാളി വനിതകൾ നമ്മൾ എടുത്തതാണല്ലേ. ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മൾ എടുത്തതാണ്. അതിൽ മലയാളി വനിതകൾ ആരൊക്കെയാണ്? മലയാളി വനിതകൾ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 17 വനിതകളാണ്. ഓക്കെ, വനിതകൾ ടോട്ടൽ ആദ്യം 17 വനിതകൾ ഉണ്ടായിരുന്നു. പിന്നെ വിഭജനത്തിന് ശേഷം 15 വനിതകളായി മാറി. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. പക്ഷെ അതിൽ നമ്മൾ പഠിച്ചിരുന്നു മലയാളി വനിതകളുടെ എണ്ണം എത്രയാന്ന് ചോദിച്ചാൽ അത് 3 ആണ്. ഓക്കെ, 3 മലയാളി വനിതകളാണ് ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ഈ 3 ആളുകളെയും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഓപ്ഷൻ തരും താഴെ തന്നിരിക്കുന്നതിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അംഗമായ മലയാളി വനിതകളിൽ പെടാത്തത് ആര്? ഈ 3 ആളുകളല്ലാത്ത ആരെങ്കിലും തരില്ലേ? മിക്കവാറും തരാനുള്ള ഒരു ഓപ്ഷൻ ആനി ബസന്റ് ആണ്. ആനി ബസന്റ് മലയാളി വനിതയല്ല അല്ലെ, വിദേശ വനിതയാണ്. പിന്നീട് വന്ന് 1893 1893 ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചു. 1893 ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്. 1916 ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാലും ആനി ബസന്റ് ആണ്. ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത് ആനി ബസന്റ് ആണ്. അതുപോലെ തന്നെ ചിക്കാഗോ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതയാണ് ആനി ബസന്റ്. അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ അധ്യക്ഷയായ ആദ്യ വനിത ആരാണ്? അത് ആനി ബസന്റ് ആണ് അല്ലേ. INC സമ്മേളനത്തിൽ അധ്യക്ഷയായ ആദ്യ വനിത, INCയിൽ അധ്യക്ഷയായ ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? കൊൽക്കത്ത സമ്മേളനത്തിലല്ലേ. കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യ വനിതയായ ആനി ബസന്റ് കേട്ടോ. കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഓക്കെ, അപ്പോൾ കൊൽക്കത്ത സമ്മേളനത്തിൽ അധ്യക്ഷയായ ആദ്യ വനിത ആര് എന്ന് ചോദിച്ചാൽ അത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ് ഞാൻ അത്ര സ്പീഡിൽ പറഞ്ഞു പോകണം എന്താന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ആറ്റത്തിനെ പറ്റിയാണ് എടുത്തുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ് ഇവിടെ ഭരണഘടനാ നിർമ്മാണ സമിതി പിന്നെ ആനി ബസന്റ് ഒക്കെ എത്തി. ചില ആളുകൾക്ക് ഇത് പറ്റൂല. ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നും. ഞാൻ ഒരു സാമാന്യ ബോധത്തിൽ ചിന്തിക്കാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അത് പഠിച്ചാൽ അത് മാത്രം പഠിക്കണം എന്ന് ഉദ്ദേശിക്കരുത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് മാർക്ക് കിട്ടാനുള്ളതാണ്. ഒരു റിക്വസ്റ്റ് ആണ്, നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ, ഞാൻ എൻ്റെ കാര്യം പറയല്ല, നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ കൂടുതലും അങ്ങനെ കണക്ട് ചെയ്ത് പോകാൻ നോക്കുക. ഓരോ ഭാഗങ്ങളും ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതോ ഭാഗം നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ആനി ബസന്റിനെ പറ്റിയുള്ളത് നിങ്ങൾക്ക് ഓർമ്മല്ലെങ്കിൽ അത് മനസ്സിലാക്കുക. ആനി ബസന്റിനെ പറ്റി ഓർമ്മല്ല. ഓക്കെ, ആനി ബസന്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഓർമ്മല്ലെങ്കിൽ ആനി ബസന്റിനെ പറ്റി പോയി പഠിക്കുക. 1893 പൗരത്വം സ്വീകരിച്ചത്. INCയിൽ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. അപ്പൊ നമുക്ക് വേറൊരു ചോദ്യം അവിടെ വരില്ലേ? INCയിൽ അധ്യക്ഷയായ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദ്യം വരില്ലേ? ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു ആണ് അല്ലെ. സരോജിനി നായിഡു ആണ് INCയിൽ അധ്യക്ഷയായ ആദ്യ ഇന്ത്യൻ വനിത ആര് എന്ന് ചോദിച്ചാൽ സരോജിനി നായിഡു ആണ്. നമുക്ക് കണക്ട് ചെയ്ത് തന്നെ പോകട്ടെ. നമ്മൾ ഓരോ മിനിറ്റിലും ഒരുപാട് മാർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കൂടുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് കാരണം ഒരു എന്താ പറയുക, ലോജിക്കില്ലാതെ ചിന്തിക്കുന്നവർക്കാണ് അങ്ങനെ ടെൻഷൻ അടിക്കുക. നമ്മൾ അതിനെ പറ്റിയല്ലേ പഠിക്കണം. ഇപ്പൊ അതിനെപ്പറ്റി നമ്മൾ അതിനെപ്പറ്റിയും പഠിക്കും. നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചാലും അത്രയും നല്ലതാണ്. കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പൊ എന്താ പറഞ്ഞത്? ആനി ബസന്റ് പിന്നെ സരോജിനി നായിഡു ആണ് അല്ലെ. ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. INCയിൽ അധ്യക്ഷയായ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? സരോജിനി നായിഡു ആണ്. പിന്നെ INCയിൽ ആദ്യമായി 3 തവണ അധ്യക്ഷനായത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് ദാദാഭായ് നവറോജിയാണ്. INCയിൽ ആദ്യമായി 3 തവണ അധ്യക്ഷനായത്. പിന്നെ അതുപോലെ തന്നെ ആദ്യ പാഴ്സി മതക്കാരൻ ആരെന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. INCയിൽ അധ്യക്ഷനായ ആദ്യ മലയാളി അല്ലെങ്കിൽ INCയിൽ അധ്യക്ഷനായ മലയാളി ആരെന്ന് ചോദിച്ചാൽ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് C ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായരാണ്. അമരാവതി സമ്മേളനത്തിലാണ് ചേറ്റൂർ ശങ്കരൻ നായർ അധ്യക്ഷനായത്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. INC
INC രൂപീകൃതമായത് അറിയാലോ 1885 ഡിസംബർ 28-നാണ്. ഡിസംബർ 28. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താ, 3 നിങ്ങൾക്ക് തരും. താഴെ തന്നിരിക്കുന്നതിൽ 3. ഇപ്പൊ ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളിൽ പെടാത്തതായിരുന്നൊക്കെ ചോദ്യം വരും. ക്യാബിനറ്റ് മിഷനിൽ ആരൊക്കെയാണ് അംഗങ്ങൾ? പെത്വിക് ലോറൻസ്, AV അലക്സാണ്ടർ, പിന്നെ ആരാണ്? സർ സ്റ്റെഫോർഡ് ക്രിപ്സ് ആണ് അല്ലെ, സർ സ്റ്റെഫോർഡ് ക്രിപ്സ്. അങ്ങനെ 3 ആളുകളാണ് ഏത് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങൾ. അപ്പൊ താഴെ തന്നിരിക്കുന്നത് ക്യാബിനറ്റ് മിഷനിലെ അംഗങ്ങളിൽ പെടാത്തത് ആര്, അങ്ങനെ ഒരു ചോദ്യം വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 3 നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ ഇങ്ങനെ ചോദ്യം വരും, താഴെ തന്നിരിക്കുന്നതിൽ അതിൽ പെടാത്തത് ആര് എന്ന് ചോദ്യം വരും. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകൾ അല്ലെ, പങ്കെടുത്ത മലയാളി വനിതകൾ ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ ആണ്. ആനി ബസന്റ് അല്ല, ആനി മസ്ക്രീൻ ആണ്. ഓക്കെ, ആനി മസ്ക്രീൻ ആണ്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇവിടെ നമ്മൾ എന്തൊക്കെ 3 പഠിച്ചു? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് അല്ലെ, പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. റൂദർഫോർഡ് പ്രോട്ടോൺ മാത്രമല്ലല്ലോ കണ്ടുപിടിച്ചത്, വേറെ ഒന്നും കൂടി കണ്ടുപിടിച്ചില്ലേ? ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാ അല്ലെ? ആറ്റത്തിന്റെ കേന്ദ്രഭാഗമായ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാലും അതാരാണ്? അത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ആറ്റം കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ. ആറ്റം എന്ന പദം ഏത് പദത്തിൽ നിന്നുമാണ് രൂപം കൊണ്ടത്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് രൂപം കൊണ്ടത്. ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആറ്റമോസ് എന്നാൽ വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം വരുന്നത്. വിഭജിക്കാൻ കഴിയാത്തത് എന്ന അർത്ഥം വരുന്നത് ആറ്റമോസ് എന്ന പദത്തിന്റെ അർത്ഥം ഗ്രീക്ക് പദമാണ്. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് രൂപം കൊണ്ടത്. അതെന്തിനാ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ അവർക്ക് സ്റ്റേറ്റ്മെന്റ് തന്ന് നിങ്ങളെ ഇത് തെറ്റിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അവർ തരും ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ആറ്റം രൂപം കൊണ്ടത്. എന്നിട്ട് അവർ ആൻസർ കീ വരുമ്പോൾ പറയും അത് തെറ്റായിരുന്നു. അതെങ്ങനെ തെറ്റാവും? അത് ശരിയാണല്ലോ, ആറ്റമോസ് എന്ന പദത്തിൽ നിന്നുമാണല്ലോ നമ്മൾ വാദിക്കും. പക്ഷേ ആറ്റമോസ് എന്നതൊരു ഗ്രീക്ക് പദമാണ്, ലാറ്റിൻ പദം എന്ന് തന്നാൽ അത് തെറ്റാണ്. അതിനാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു കാര്യം ഇയാൾ എന്തിനെങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് തോന്നും. റിപ്പീറ്റ് ചെയ്യും. എന്താണ്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദമാണ്. ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യും. ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ്. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യണം. ഒരു മാർക്കും നിങ്ങളുടെ പോരുത്, നിങ്ങൾക്ക് മൈനസ് മാർക്ക് വരരുത് എന്നൊരു നിർബന്ധം എനിക്കുള്ളത് കൊണ്ടാണ് ഓരോ ചെറിയ കാര്യങ്ങളും ഇമ്പോർട്ടൻസ് എടുത്ത് ഞാൻ പറഞ്ഞു തരുന്നത്. ഏത് രീതിയിൽ ചോദ്യം വരും എന്ന് പോലും ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഒരു മാർക്കും പോകരുത്, മൈനസ് മാർക്ക് വരരുത്. ഓക്കെ, എക്സാമിനോട് അടുക്കുമ്പോൾ ഞാൻ ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. കാര്യങ്ങൾ മീൻസ് ഏത് രീതിയിൽ അറ്റൻഡ് ചെയ്യണമെന്നും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എക്സാമിന് പോകുമ്പോൾ മാത്രം വരുന്ന കുറച്ച് ഫാൾട്ടുകളുണ്ട്. അതുവരെ ഇവിടെ റിവിഷൻ ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലാത്തപ്പോഴോ ഒന്നും വരാത്ത ചില ഫാൾട്ടുകൾ അന്ന് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് വരും. ആ ഫാൾട്ടുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വായിക്കുക. ഓരോ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നെഗറ്റീവ് വരുന്നു തോന്നുന്നതാണെങ്കിൽ എനിക്കിത് അറിയില്ല, പക്ഷെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. അങ്ങനെ ഒരിക്കലും അറ്റൻഡ് ചെയ്യരുത്. എന്താണ്? ഓരോ ക്വസ്റ്റ്യനും വായിച്ച ശേഷം ഇനി ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിൽ കൂടി ഓപ്ഷനിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, വൈകുണ്ഠ സ്വാമികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ടതല്ല. ഇപ്പോൾ സഹോദര സംഘം സ്ഥാപിച്ചത് ആരെന്ന ചോദ്യമെങ്കിൽ അതിൽ തന്നെ ഉണ്ട് സഹോദരൻ അയ്യപ്പനാണ്. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP സ്ഥാപിച്ചതാണ് ശ്രീനാരായണ ഗുരു. പിന്നെ വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചതാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് അവിടെ കട്ട് ചെയ്ത് കളയാം. നമ്മൾ പഠിച്ചതാണ് അല്ലേ, ഇനി നമ്മൾ പഠിക്കും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു തരാണ്. അത് മാത്രമല്ല, ഏതൊരു ക്വസ്റ്റ്യൻ കണ്ടാലും നിങ്ങൾ ഓപ്ഷൻസ് നല്ല രീതിയിൽ വായിച്ചു നോക്കുക. ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. ഈ മോട്ടിവേഷനും ഇതുപോലെ തന്നെ ടിപ്സ് ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടാവും ഇങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കട്ടെ, നന്നായി പഠിക്കുക, നന്നായി നല്ല മാർക്കോട് കൂടി പാസ്സാവുകയല്ല, നമ്മൾ നല്ലൊരു റാങ്കോട് കൂടി തന്നെ വരിക, നല്ലൊരു റാങ്ക് വാങ്ങുക. ഓക്കെ, നല്ലൊരു റാങ്ക് വാങ്ങി ഈ പഠിത്തമൊക്കെ ഇവിടെ അവസാനിപ്പിക്കുക. എത്ര കാലം അങ്ങനെ പഠിച്ചു? ഞാൻ എപ്പോഴും പറയലല്ലോ, ഒരുപാട് കാലം അങ്ങനെ പഠിക്കണ്ട. ഇതോടുകൂടി എൻ്റെ പഠിത്തം ഞാൻ അവസാനിപ്പിക്കും എന്നൊന്ന് വിചാരിച്ചു നോക്ക്. പഠിത്തം നിർത്തി പോകല്ല. പഠിത്തം നല്ല രീതിയിലൊന്ന് പഠിച്ച് ഞാൻ കൊടുക്കുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇപ്രാവശ്യം കൊടുത്ത് ഇപ്രാവശ്യം ഞാൻ റാങ്ക് ലിസ്റ്റിൽ കയറും. പിന്നെ ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. എത്ര കാലം ഇതേപോലെ ഇരുന്ന് പഠിക്കുന്നു. ഒരുപാട് ആളുകൾ കുറേ കാലമായിട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. ഈ കഷ്ടപ്പാട് അവസാനിപ്പിക്കണ്ടേ? അതിനുവേണ്ടി നല്ല രീതിയിൽ ഈ കഷ്ടപ്പാട് അവസാനിപ്പിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പാറ്റേൺ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും കാലം ഒരേപോലെ തന്നെ കഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് അവിടെ പറ്റുന്നുണ്ട്. മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കണ്ടുപിടിച്ച ആ മിസ്റ്റേക്ക് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. നല്ലൊരു റാങ്കിൽ വരാൻ നോക്കുക. നിങ്ങൾക്കൊക്കെ ഇതിൽ പലരും, എൻ്റെ അഭിപ്രായത്തിലൊരു 60-70% ആളുകൾ ഭയങ്കരമായിട്ട് ട്രാക്കിൽ കയറിയ ആളുകളാണ്. ഭയങ്കരമായിട്ട് എല്ലാ ഭാഗങ്ങളും ഏകദേശം അറിയുന്ന ആളുകളാണ്.
നല്ല രീതിയിൽ എല്ലാ ഭാഗവും കവറായി പോയിട്ടുള്ള ആളുകളാണ്. പിന്നെയും എന്തൊക്കെയോ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ പറ്റുന്നുണ്ട്. ആ മിസ്റ്റേക്കുകളെ കണ്ടുപിടിച്ച് മാറ്റും. നമ്മുടെ തെറ്റുകളെ നമ്മൾ അംഗീകരിക്കണം. തെറ്റുകളെ അംഗീകരിച്ച് ആ തെറ്റുകളെ മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. എന്നാലേ നമ്മൾ വിജയിക്കുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ തെറ്റുകൾ എന്തൊക്കെയെന്ന് കണ്ടുപിടിച്ച് പഠനത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും റാങ്ക് വാങ്ങാൻ ശ്രമിക്കുക. ആദ്യത്തെ 10 റാങ്കിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് വരാൻ പറ്റും. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ചെറിയ മാറ്റങ്ങൾ, ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സമയം 8-10 മണിക്കൂർ പഠിക്കുന്ന ഞാൻ ഇതുവരെ ഒരു ക്ലാസ്സിലും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പഠിക്കുന്ന സമയം നല്ല രീതിയിൽ കൊടുക്കുക. പഠിക്കുന്ന ആ സമയം നല്ലൊരു റിസൾട്ട് വരുന്ന രീതിയിൽ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. പഠിക്കുന്ന രീതിക്ക് ഭയങ്കര ഒരു പ്രാധാന്യമുണ്ട്. പഠിക്കുന്ന മെത്തേഡിന്, പഠിക്കുന്ന ടൈം ടേബിൾ അല്ല, പഠിക്കുന്ന ഒരു മെത്തേഡ്, ഏത് രീതിയിൽ പഠിക്കുന്നു എന്നതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. പലർക്കും ഈ ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ ഭയങ്കര പച്ചവെള്ളം പോലെ പഠിച്ച ആളുകളാവും. പിന്നെയും പോയിട്ട് ഹിസ്റ്ററിയും ജോഗ്രഫിയും തന്നെ പഠിച്ചുകൊണ്ടിരിക്കും. കാരണം അത് പഠിക്കാൻ ഇഷ്ടമാണ്. പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, വിട്ടുകളഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പഠിക്കുക, റാങ്ക് വാങ്ങുക. കുടുംബം ചിലപ്പോൾ രക്ഷപ്പെടും. ഇതോടുകൂടി നമ്മൾ ഈ ജോലി വാങ്ങുന്നതോടുകൂടി കുടുംബം രക്ഷപ്പെടും. കുടുംബത്തിനെ പിടിച്ചു നിർത്താൻ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ റാങ്ക് വാങ്ങാൻ നോക്കുക. നല്ല രീതിയിൽ പഠിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ പറ്റി അറിയാലോ. ഞാൻ പറഞ്ഞു തരണ്ട. നിങ്ങൾക്കുള്ള ഏറ്റവും നല്ല മോട്ടിവേറ്റർ എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളെ പറ്റി ഒന്ന് ആലോചിച്ചാൽ, ഞാൻ ഈ എക്സാമിൽ വിജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ നേടാൻ പറ്റും, ഞാൻ ഈ എക്സാമിൽ വിജയിച്ചാൽ എങ്ങനെയാണ്, ഒന്ന് കണ്ണടച്ച് ഒരു 5 മിനിറ്റ് ഇരുന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഒന്ന് കഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ കഷ്ടപ്പെടേണ്ടി വരില്ല. ഇപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടാൽ പിന്നെയും ഞാൻ ഇങ്ങനെ ഇരുന്ന് പഠിക്കേണ്ടി വരില്ല. എത്ര കാലമായി പഠിക്കുന്നു? ഈ പഠിത്തം നിർത്തണ്ടേ? അപ്പോൾ നിർത്തിയിട്ട് നല്ല രീതിയിൽ പഠിത്തം നിർത്താനല്ല, ഇതോടുകൂടി നിർത്തണം. ഇതിൽ റാങ്ക് ലിസ്റ്റിൽ ഞാൻ എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പോട് കൂടി എക്സാം എഴുതും. അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം വരുന്നുണ്ട്. ഈ 21-ാം തീയതി ലാബ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. അതിനൊരു മെഗാ റിവിഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ തരാൻ ശ്രമിക്കാം കേട്ടോ. ലാബ് അസിസ്റ്റന്റ് എക്സാമിന് മുമ്പ് തന്നെ നല്ലൊരു റിവിഷൻ തരാൻ ശ്രമിക്കാം. മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് റിവിഷൻ ചെയ്യണ്ടേ? തീർച്ചയായിട്ടും ചെയ്യാം. അപ്പോൾ അതൊന്നും പേടിക്കണ്ട. പിന്നെ ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതുപോലെ തന്നെ ഈ ലാബ് അസിസ്റ്റന്റിലൊക്കെ ഒരുപാട് ഒഴിവുകളുണ്ട്. അപ്പോൾ ഇനിയും പറ്റുന്ന ഫോൾട്ട്, ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ചെറിയ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യുക. പിന്നെ അവസാനത്തെ ഒരു 3-4 ദിവസം റിവിഷനായിട്ട് മാത്രം മാറ്റി വെക്കുക. എപ്പോഴും പറയുന്ന കാര്യം, റിവിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പഠിച്ച കാര്യങ്ങൾ തെറ്റിച്ചാൽ കരഞ്ഞു പോകും. കാരണം എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുന്നതല്ല ഞാൻ പിന്നെ എന്തിനു തെറ്റിച്ചു എന്ന് ആലോചിച്ച് ഒരുപാട് സങ്കടപ്പെടും. ഈ സങ്കടം ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമല്ലോ. അപ്പോൾ നേരത്തെ തീരുമാനങ്ങൾ എടുത്തു വെക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ വരാം. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് കേട്ടോ ആറ്റം കണ്ടുപിടിച്ചത്. റിപ്പീറ്റ് ചെയ്തു നിങ്ങൾ നല്ല ആക്റ്റീവ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തു. ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. പിന്നെ ആറ്റത്തിന്റെ സൗരയുധ മാതൃക, അത് ഇവിടെ എത്തിയിട്ടില്ല. ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് ഉള്ള കണമായ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റത്തിന്റെ 3 മൗലിക കണങ്ങൾ ഏതൊക്കെയെന്ന് കിട്ടില്ല. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ ആണ്. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയാണ് ആറ്റത്തിലെ 3 മൗലിക കണങ്ങൾ. അതിൽ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണം ഏതാണെന്ന് ചോദിച്ചാൽ പ്രോട്ടോൺ. പോസിറ്റീവ് പി ആണ്, പ്രോട്ടോണും പി ആണ്. രണ്ടും പി വെച്ച് കണക്ട് ചെയ്താൽ മതി. പ്രോട്ടോൺ ഓക്കെ, പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. ഞാൻ പിന്നെ വേറൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോ ചാർജ്. ന്യൂട്രോൺ N ആണ്, രണ്ടും N ആണ്, നോ ചാർജ്. ഓക്കെ, അപ്പൊ ന്യൂട്രോണിന് നോ ചാർജ് ആണ്. അപ്പോൾ ചാർജ് ഇല്ലാത്ത കണം ഏതാന്ന് ചോദിച്ചാൽ ന്യൂട്രോൺ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പിന്നെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ J.J. തോംസൺ. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ജെയിംസ് ചാഡ്വിക്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പോൾ ആറ്റത്തിന്റെ എത്ര പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് കിട്ടിയല്ലോ. പിന്നെ എന്താണ്? ആറ്റത്തിന്റെ കേന്ദ്ര ഭാഗമായ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പോൾ പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇനി കുറച്ച് മാതൃകകൾ നോക്കാം. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാലും അത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ ചോദ്യം വരാറുണ്ട്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ബോക്സ് ആയിട്ട് തരും. ഇത് ഒന്നല്ലെങ്കിൽ ബോക്സ് ആയിട്ട് തന്നിട്ട് അതിനെ ശരിയാക്കാൻ പറയും അല്ലേ? 1C 1B അല്ലെങ്കിൽ 2B 2C അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബോക്സ് ശരിയാക്കാൻ തരും. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. എന്താണ്? സൗരയുധ മാതൃക J.J. തോംസൺ. തെറ്റി. എന്താണ്? സൗരയുധ മാതൃക ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. അപ്പൊ ഈ രീതിയിലാവും ചോദ്യം വരും. അപ്പോൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. എന്താണ്? സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഓക്കെ, ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് സൗരയുധ മാതൃക നിർദ്ദേശിച്ചത്. സൗരയുധം ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. സൗരയുധ മാതൃക ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്ലം പുഡിംഗ് മോഡൽ ആൻഡ് വാട്ടർമെലൻ മോഡൽ അല്ലെ? തണ്ണിമത്തൻ മാതൃക, അതുപോലെ തന്നെ പ്ലം പുഡിംഗ് മാതൃക. ഇത് രണ്ടുമാണ് ആര്? J.J. തോംസൺ. ഇത് രണ്ടും J.J. തോംസൺ ആണ്. പ്ലം പുഡിംഗ് മോഡൽ, അതുപോലെ തന്നെ തണ്ണിമത്തൻ മാതൃക. പ്ലം പുഡിംഗ് മോഡൽ, പിന്നെ അതുപോലെ തന്നെ വാട്ടർമെലൻ മോഡൽ. ഇത് രണ്ടും ആരാണ്? അത് J.J. തോംസൺ ആണ്. J.J. തോംസൺ ആണ് പ്ലം പുഡിംഗ് മോഡൽ. പിന്നെ ഏതാണ്? പ്ലം പുഡിംഗ് മോഡലും പിന്നെ വാട്ടർമെലൻ മോഡലും രണ്ടും ആരാണ്? രണ്ടും J.J. തോംസൺ ആണ്. സൗരയുധ മാതൃക ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പിന്നെ ഒരാളും കൂടി പഠിക്കാണ്ട് ബോർ മാതൃക. ബോർ മാതൃക. അയ്യോ, ബോർ മാതൃക അത് അതിൽ തന്നെ ഉണ്ട്. അത് നിങ്ങൾക്ക് പ്രത്യേകം കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ബോർ മാതൃക എന്നാണ് അത്.
ഇതിനായാണേ നീൽസ് ബോർ ആണ്. ഓക്കെ, ബോർ മാതൃക നീൽസ് ബോർ ആണ്. ബോർ മാതൃക നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ നീൽസ് ബോർ ആണ്. പ്ലം പുഡിംഗ് മാതൃക അതുപോലെ തന്നെ തണ്ണിമത്തൻ മാതൃക ഇത് രണ്ടും ആരാണ്, രണ്ടും നിർദ്ദേശിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് ജെ തോംസൺ ആണ്. സൗരയുധ മാതൃക നിർദ്ദേശിച്ചതാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. അപ്പൊ കിട്ടിയല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ആരാ? കിട്ടുന്നില്ല. ഇപ്പോൾ ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് ആറ്റത്തിന്റെ സൗരയുധ മാതൃക നിർദ്ദേശിച്ചത്. മനസ്സിലാക്കി പോണേ. നിങ്ങൾക്ക് എന്തായാലും മാർക്ക് ഇവിടുന്ന് കിട്ടണം, മാർക്ക് പോകരുത്. അപ്പോൾ ഇവിടുന്ന് തന്നെ പഠിച്ചു പോവുക. പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി, ഇവിടുന്ന് പഠിക്കുക. ഓക്കെ, ജസ്റ്റ് കേട്ട് പോയാൽ പോരാ, പഠിച്ചു പോവുക. ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് സൗരയുധ മാതൃക നിർദ്ദേശിച്ചത്. പിന്നെ ഏതാണ്? പ്ലം പുഡിംഗ് മാതൃകയും പിന്നെ ഏതാണ്? തണ്ണിമത്തൻ മാതൃകയും. ഇത് രണ്ടുമാരാണ് ജെ തോംസൺ ആണ്. പ്ലം പുഡിംഗ് മാതൃക, തണ്ണിമത്തൻ മാതൃക. പ്ലം പുഡിംഗ് മാതൃക, തണ്ണിമത്തൻ മാതൃക. ഇത് രണ്ടും ജെ തോംസൺ ആണ്. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, ബോർ മാതൃക. അതായത് തന്നെ ഞാൻ പറഞ്ഞു അല്ലേ, നീൽസ് ബോർ ആണ് ബോർ മാതൃക നിർദ്ദേശിച്ചത്. ഈ 3 സെറ്റ് അല്ലേ? 3 4 അല്ലേ? അതിൽ 2 ഒരാളാണ്. ഏതൊക്കെയാണ്? തണ്ണിമത്തൻ മാതൃകയും പ്ലം പുഡിംഗ് മാതൃകയും ജെ തോംസൺ ആണ്. ഓക്കെ, ഇപ്പൊ സെറ്റ് അല്ലേ? ആറ്റം കണ്ടുപിടിച്ചത് ആരാണ്? ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ജോൺ ഡാൾട്ടൺ, അത് അവിടെ മാത്രം പഠിച്ചാൽ മതി. പിന്നെ അയാളെ ഇവിടെ പരാമർശിക്കുന്നില്ല. ആറ്റം കണ്ടുപിടിച്ചതാണ് ജോൺ ഡാൾട്ടൺ. ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെന്ന് ചിലപ്പോൾ ചോദ്യം വരും, സാമാന്യം മനസ്സിലാവാലോ. അപ്പൊ ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചാലും ജോൺ ഡാൾട്ടൺ ആണ്. രണ്ടും പഠിച്ചു വെക്കാം കേട്ടോ. അപ്പൊ ആറ്റം കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാലും, ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചാലും ജോൺ ഡാൾട്ടൺ ആണ്. അപ്പൊ ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണമായ പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. 3 മൗലിക കണങ്ങൾ ഉണ്ട് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെയാണ്? 3 മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ അല്ലേ? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവയാണ് ആറ്റത്തിന്റെ 3 മൗലിക കണങ്ങൾ. അതിൽ പ്രോട്ടോൺ എന്താണ്? പ്രോട്ടോൺ പി അല്ലേ? അപ്പൊ പോസിറ്റീവ് ചാർജ് ആണ്. പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺ എന്ത് ചാർജ് ആണ്? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്. നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ജെ തോംസൺ ആണ് അല്ലേ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസണും ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. പിന്നെ 2 പ്രധാന കാര്യങ്ങൾ, പ്രോട്ടോണും ന്യൂക്ലിയസും. ചിലപ്പോൾ എങ്ങനെയും ചോദ്യം വരും, ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ഏത് എന്ന് ചോദ്യം വന്നാലും സ്റ്റേറ്റ്മെന്റിൽ ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. ആറ്റത്തിന്റെ ഭാഗം അറിയപ്പെടുന്ന പേരാണ് ന്യൂക്ലിയസ്. അപ്പോൾ അത് മനസ്സിലാക്കി. ഓക്കെ, ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണ് കേട്ടോ. ന്യൂക്ലിയസ് ആണ് ആറ്റത്തിന്റെ കേന്ദ്രഭാഗം. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ന്യൂക്ലിയസും പ്രോട്ടോണും കണ്ടുപിടിച്ചത്. ഇനി ഏണസ്റ്റ് റൂദർഫോർഡുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊന്ന് പറഞ്ഞു നോക്കാം. അപ്പൊ നമ്മൾ ഇങ്ങനെ മറിച്ച് പഠിക്കുമ്പോൾ അത് കൺഫേം ആയി. പിന്നെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് കണക്ട് ചെയ്ത് മീൻസ് ഇപ്പൊ ഏണസ്റ്റ് റൂദർഫോർഡുമായിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്നൊന്ന് പറഞ്ഞു നോക്ക്. അപ്പൊ തന്നെ ഏണസ്റ്റ് റൂദർഫോർഡ് ഫിക്സ് ആയി. മീൻസ് ഇനി ആ ഭാഗത്ത് വരല്ലോ. അപ്പൊ ഏണസ്റ്റ് റൂദർഫോർഡ് ഒന്ന് സെറ്റ് ആക്കി നോക്കുക. ഏണസ്റ്റ് റൂദർഫോർഡ് എന്തൊക്കെ കണ്ടുപിടിച്ചു? ഒരെണ്ണം ഏതാണ്? എന്തോ ഒരു മാതൃക നിർദ്ദേശിച്ചു. അതേതാണ്? കിട്ടുന്നില്ലേ? ഏണസ്റ്റ് റൂദർഫോർഡ് നിർദ്ദേശിച്ച മാതൃക ഏതാണ്? സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. സൗരയുധ മാതൃക നിർദ്ദേശിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പിന്നെ ഏതാണ്? പ്ലം പുഡിംഗ് മാതൃക നിർദ്ദേശിച്ചത് ആരാ? അല്ല, അതിപ്പോ പഠിക്കണ്ട. ഏണസ്റ്റ് റൂദർഫോർഡുമായിട്ട് പിന്നെ എന്തൊക്കെ ഉണ്ട്? എന്ത് കണ്ടുപിടിച്ചതാണ്? പ്രോട്ടോൺ കണ്ടുപിടിച്ചതും പിന്നെ ഏതാണ്? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും അല്ലേ? ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പിന്നെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാ? ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ജെ തോംസൺ നിർദ്ദേശിച്ച മാതൃക ഏതാണ്? 2 മാതൃകകൾ നിർദ്ദേശിച്ചു അല്ലെ? ജെ തോംസൺ ഏതൊക്കെയാണ്? തണ്ണിമത്തൻ മാതൃക. പിന്നെ ഏതാണ് ഒന്ന്? പ്ലം പുഡിംഗ് മാതൃക. ഇത് രണ്ടും നിർദ്ദേശിച്ചത് ആരാണ്? പ്ലം പുഡിംഗ് മാതൃകയും തണ്ണിമത്തൻ മാതൃകയും നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് ജെ തോംസൺ ആണ്. ജെ തോംസൺ ആണ് കേട്ടോ. ജെ തോംസൺ ആണ് പ്ലം പുഡിംഗ് മാതൃക, സൗരയുധല്ല, പ്ലം പുഡിംഗ് മാതൃക, തണ്ണിമത്തൻ മാതൃക എന്നിവ നിർദ്ദേശിച്ചത്. പിന്നെ ബോർ മാതൃക നീൽസ് ബോർ ആണ്. പ്രോട്ടോൺ കണ്ടുപിടിച്ചതും ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഏത് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ആറ്റം എന്ന പദം രൂപം കൊണ്ടത്. അതുവരെ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇത് നമുക്ക് കലയായിട്ട് ബന്ധപ്പെട്ട ഭാഗമാണ്. അപ്പൊ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. മലബാർ മനോഹരി എന്ന പ്രശസ്തമായ ചിത്രം ആരുടേതാണ്? മലബാർ മനോഹരി അല്ലേ? മലബാർ സുന്ദരി എന്ന് ചോദ്യം വരും കേട്ടോ. മലബാർ സുന്ദരി അല്ലെങ്കിൽ മലബാർ മനോഹരി ആരുടെ പ്രശസ്ത ചിത്രമാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? ടി.കെ. പത്മിനിയാണോ? അല്ല, പട്ടം പറത്തുന്ന പെൺകുട്ടിയൊക്കെ ടി.കെ. പത്മിനി. അതുകൊണ്ട് ആരാണ്? രാജാ രവിവർമ്മയാണ്. അവിടെ പ്രധാനമായിട്ടും നമ്മൾ എന്ത് പഠിക്കണം? ചിത്രകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ ചിത്രകാരനും. ഓക്കെ, രാജാ രവിവർമ്മയാണ്. ചിത്രകാരന്മാരിൽ
അത്ര മാത്രം അറിഞ്ഞു വെച്ചാൽ മതി, തുടക്കം മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. ചിത്രകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ ചിത്രകാരനും എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് രാജാ രവിവർമ്മയാണ് അല്ലേ. ചിക്കാഗോ സമ്മേളനത്തിൽ പങ്കെടുത്ത ചിത്രകാരൻ അല്ലെങ്കിൽ കലാകാരൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? 1893 മലയാളി എന്നൊക്കെ ചോദിച്ചാൽ ആരാണ്? അത് രാജാ രവിവർമ്മയാണ്. പിന്നെ ആരുണ്ടായിരുന്നു? സ്വാമി വിവേകാനന്ദൻ ഉണ്ടായിരുന്നു അല്ലേ. ഏറ്റവും പ്രശസ്തമായ ചിക്കാഗോ പ്രസംഗം അല്ലേ സ്വാമി വിവേകാനന്ദനാണ് 1893. 1893. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ സെറ്റ് അല്ലേ. അപ്പൊ എന്താണ്? ചിത്രകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ ചിത്രകാരനും. പിന്നെ ഒരു പോയിന്റും കൂടി എഴുതി വെച്ചോ. ചിത്രമെഴുത്ത്, ഇത് മായാണേ, ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ. അപ്പൊ അങ്ങനെയും ചോദ്യം വരും. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലും രാജാ രവിവർമ്മയാണ്. അപ്പൊ എന്തൊക്കെയാണ്? ചിത്രകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ ചിത്രകാരനും എന്നറിയപ്പെടുന്ന ആരാണ്? രാജാ രവിവർമ്മ. പിന്നെ എന്ത് പഠിച്ചു? എന്താണ്? ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ അല്ലെ. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് രാജാ രവിവർമ്മയാണ്. ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ. കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ, അദ്ദേഹത്തിന്റെ എന്താ നമ്മൾ പഠിച്ചത്? തൂലികാനാമം നമ്മൾ പഠിച്ചു അല്ലെ. അദ്ദേഹത്തിന്റെ തൂലികാനാമം എന്താണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ കേരള കാളിദാസൻ അല്ലെ. കേരള കാളിദാസൻ. കേരള വ്യാസൻ ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരള വ്യാസൻ. കേരള ഇബ്സൺ എൻ കൃഷ്ണപിള്ള. കേരള തുളസീദാസ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് അല്ലെ. തുളസീദാസ് ഈ കുളത്തിന്റെ അടുത്താണ് തുളസി ഉണ്ടാവുക, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. കേരള സൂർദാസ് എന്നറിയപ്പെടുന്നതാണ് സൂർദാസ് പൂന്താനമാണ്. സൂർദാസ് പൂന്താനമാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഓർത്ത് വെക്കട്ടെ. കേരള ഹെമിംഗ്വേ ആരാണ്? കേരള ഹെമിംഗ്വേ MT ആണ്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MT ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തത് കേരള പാണിനി അല്ലെ. കേരള പാണിനി AR രാജരാജ വർമ്മ. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ രാജാ രവിവർമ്മ. ഓക്കെ, രാജാ രവിവർമ്മയാണ് ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത്. പിന്നെ എന്താണ്? ചിത്രകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ ചിത്രകാരനും. ഓക്കെ, അപ്പൊ അങ്ങനെ ചോദ്യം വന്നാലും ആരാണ്? രാജാ രവിവർമ്മയാണ്. പിന്നെ ഇങ്ങനെ ചോദ്യം വരും. കൈസർ ഇ ഹിന്ദ് പദവി ലഭിച്ച ആദ്യ കലാകാരൻ ആരെന്ന് ചോദിക്കും. കൈസർ ഇ ഹിന്ദ് പദവി ലഭിച്ച ആദ്യ കലാകാരൻ. ഓക്കെ, കൈസർ ഇ ഹിന്ദ് പദവി ലഭിച്ച ആദ്യ കലാകാരൻ. കൈസർ ഇ ഹിന്ദ് പദവി അല്ല, ബഹുമതിയാണ് കേട്ടോ. കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിച്ച ആദ്യ കലാകാരൻ ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് രാജാ രവിവർമ്മയാണ്. ഒരാളുടെ പേരും കൂടി അവിടെ പഠിച്ചു വെച്ചോ. കഴ്സൺ പ്രഭു. ആരാണ് നൽകിയത്? കഴ്സൺ പ്രഭു ആണ് അല്ലെ. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടതാണ് കഴ്സൺ പ്രഭു. അപ്പൊ കഴ്സൺ പ്രഭു ആണ് എന്ത് നൽകിയത്? രാജാ രവിവർമ്മക്ക് എന്ത് നൽകിയത്? കൈസർ ഇ ഹിന്ദ് ബഹുമതി നൽകിയത്. അപ്പൊ കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിച്ച ആദ്യ കലാകാരൻ ആരെന്ന് ചോദ്യം വരുവേ. ആരാണ് അത് ലഭിച്ചത്? രാജാ രവിവർമ്മക്കാണ്. ആരാണ് നൽകിയത് എന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭുവാണ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ചിത്രകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ ചിത്രകാരനും എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? അത് രാജാ രവിവർമ്മയാണ്. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ രാജാ രവിവർമ്മ. അത് രാജ എന്നുള്ള പേരിൽ രണ്ടും കണക്ട് ചെയ്യുക. രാജാക്കന്മാരിൽ ചിത്രകാരൻ അത് അവിടെ കണക്ട് ചെയ്യുക, രാജാ രവിവർമ്മ. പിന്നെ ഈ രാജാ വെച്ചിട്ട് തമ്പുരാൻ കണക്ട് ചെയ്യുക. ഓക്കെ, ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്നതും ഇനി റിപ്പീറ്റ് ചെയ്യണില്ല കേട്ടോ. അപ്പൊ അത് രണ്ടും ആരാണ്? രാജാ രവിവർമ്മയാണ്. കൈസർ ഇ ഹിന്ദ് പദവി ലഭിച്ച, കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിച്ച ആദ്യ കലാകാരൻ ആരാന്ന് ചോദിച്ചാലും ആരാണ്? രാജാ രവിവർമ്മയാണ്. നൽകിയത് ആരാന്ന് പഠിക്കണേ? കഴ്സൺ പ്രഭു ആണ്. കഴ്സൺ പ്രഭു. ഓക്കെ, കഴ്സൺ പ്രഭു ആണ് നൽകിയത്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ പ്രധാന കുറച്ച് ചിത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടത് പലതവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളിൽ പെടാത്തത് ഏത്? ചിലപ്പോൾ ചോദ്യം വരും. ഓക്കെ, നമുക്ക് നോക്കാം. ശകുന്തള. അത് ചിലപ്പോൾ എങ്ങനെയായിരിക്കും? ദർഭമുന കൊണ്ട ശകുന്തള എന്ന് വരില്ലേ. ശകുന്തളയുടെ ആ ഫോട്ടോ ഉണ്ടല്ലോ, കാലിങ്ങനെ പൊക്കി പിടിച്ചിട്ടുള്ള ആ ഫോട്ടോ. അപ്പൊ അത് ആലോചിച്ച് വെക്കുക കേട്ടോ. ദർഭമുന കൊണ്ട ശകുന്തള. ദർഭമുന കൊണ്ട ശകുന്തള ആരുടെയാണ്? ആരുടെ ചിത്രമാണ്? അത് രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. അപ്പൊ ശകുന്തള ആരുടെയാണ്? രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. പിന്നെ എന്താണ്? മൈസൂർ ഖേദ കേട്ടിട്ടില്ലേ? മൈസൂർ ഖേദ കേട്ടിട്ടില്ലേ? ഇപ്പൊ കേട്ടോ. മൈസൂർ ഖേദ എന്ന ചിത്രം ആരുടെയാണെന്ന്. മൈസൂർ ഖേദ എന്ന പ്രശസ്തമായ ചിത്രം ആരുടെയാണെന്ന് ചോദിച്ചത് ആരുടെയാണ്? രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. ഏതാണ്? മൈസൂർ ഖേദ. മൈസൂർ ഖേദ. പിന്നെ ഏത് പഠിക്കണം? അർജുനനും സുഭദ്രയും. അർജുനനും സുഭദ്രയും ആരുടെയാണെന്ന് ചോദിച്ചാലും അർജുനൻ മാത്രം ഓർത്തു വെക്കുക. അർജുനനും സുഭദ്രയും.
ഓക്കെ, അർജുനനും സുഭദ്രയും ആരുടെയാണ്? അർജുനനെയും സുഭദ്രയും ആരുടെയാണെന്ന് ചോദിച്ചാലും രാജാ രവിവർമ്മയുടെ. ഇപ്പൊ ഏതൊക്കെ പഠിച്ചു? ദർഭമുന കൊണ്ട ശകുന്തള, പിന്നെ ഏതാണ്? മൈസൂർ കേത അല്ലെ. മൈസൂർ കേത ആരുടെയെന്ന് ചോദിച്ചാലും അർജുനനും ശകുന്തളയും ആരുടെയെന്ന് ചോദിച്ചാലും ആരുടെയാണ്? ഈ പ്രശസ്ത ചിത്രങ്ങളൊക്കെ ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളാണ്. ഓക്കെ ആണല്ലോ. രാജാ രവിവർമ്മയുടെ. എന്താണ് കൈസർ ഈ ഹിന്ദ് ബഹുമതി ലഭിച്ച ആദ്യ കലാകാരൻ ആര് എന്ന് ചോദിച്ചാലും ആരാണ്? ആര് നൽകിയെന്ന് ചോദിച്ചാൽ കഴ്സൺ പ്രഭുവാണ്. ആരാണ് ഈ കലാകാരൻ എന്ന് ചോദിച്ചാൽ ആരാണ്? രാജാ രവിവർമ്മയാണ്. രാജാ രവിവർമ്മ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയി തരും. താഴെ തന്നിരിക്കുന്നത് ആരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്? ഇദ്ദേഹത്തിനാണ് ആദ്യമായി, ഈ കലാകാരനാണ് ആദ്യമായി കൈസർ ഈ ഹിന്ദ് ബഹുമതി ലഭിച്ചത്. ചിലപ്പോൾ ഒരു പോയിന്റ് ആവും, അത് വെച്ചിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് രാജാ രവിവർമ്മയാണ്. ഓക്കെ, ചിലപ്പോൾ ചിത്രമെഴുത്ത് കോയി തമ്പുരാൻ, മറ്റേത് പലതവണ റിപ്പീറ്റ് ചെയ്തായതുകൊണ്ട് PSC ഇപ്പൊ തരാൻ ചാൻസ് ഇല്ല. പഠിക്കണ്ടെന്നല്ല കേട്ടോ, അത് അത്രയും റിപ്പീറ്റ് ചെയ്തായതുകൊണ്ട് അഥവാ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാലോ, PSC ഇത്ര ആഗ്രഹമൊന്നുമില്ല നിങ്ങൾക്ക് ഉത്തരം കിട്ടണമെന്ന്, നിങ്ങൾ എങ്ങനെ ഉത്തരം തെറ്റിക്കണം എന്നാണ്. അപ്പൊ ചിത്രമെഴുത്ത് കോയി തമ്പുരാൻ എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അത് ചിലപ്പോൾ അവിടെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കാം കേട്ടോ. ഈ ഓരോ പോയിന്റ്സും മനസ്സിലാക്കി തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ അത് ആരുമായിട്ടാണെന്നുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് കിട്ടണം. ചിലപ്പോൾ ഇങ്ങനെ തരും, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് പ്രശസ്ത കലാകാരനുമായി ബന്ധപ്പെട്ടതാണെന്ന് ചിലപ്പോൾ ചോദ്യം വരും. ഓക്കെ, അപ്പൊ അത് ഏതാണ്? ദർഭമുന കൊണ്ട ശകുന്തള അദ്ദേഹത്തിന്റെ. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും തരും, ഏതെങ്കിലും ഒരു ചിത്രം തരും. അർജുനനും സുഭദ്ര അല്ലേ? അർജുനനും സുഭദ്രയും അദ്ദേഹത്തിന്റെ ചിത്രമാണ് കേട്ടോ, രചനയല്ല ചിത്രമാണ്. ഈ രചന ഇടക്കിടക്ക് വന്നുകൊണ്ട്. അപ്പൊ ശകുന്തള, ദർഭമുന കൊണ്ട ശകുന്തള, പിന്നെ മൈസൂർ കേത, അർജുനനും സുഭദ്രയും, ഇതൊക്കെ ആരുടെയാണ്? ഇതും പിന്നെയും നമുക്ക് ഒരുപാട് പഠിക്കാണ്ട്. അദ്ദേഹത്തിന്റെ ഒന്ന് മനസ്സിലാക്കി വെക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഒരു വട്ടം കൂടി ചിലപ്പോൾ വായിച്ചു നോക്കുമ്പോൾ ഒന്ന് മനസ്സിൽ ചിലപ്പോൾ തങ്ങി നിൽക്കുകയും ചെയ്യും. ഇതെന്തായാലും ദർഭമുന കൊണ്ട ശകുന്തള ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കുകയേ ചെയ്യരുത്. ഏതാണ്? ദർഭമുന കൊണ്ട ശകുന്തള. കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്, അത്രയും അറിയപ്പെടുന്ന ഒരു ചിത്രമാണ് ദർഭമുന കൊണ്ട ശകുന്തള. അത് ആരുടെയാണ്? ആരുടെയാണെന്ന് ചോദിച്ചാൽ രാജാ രവിവർമ്മ. പിന്നെ ഉണ്ടല്ലോ ഹംസവും ദമയന്തിയും ജടായുവധം, ഇതൊക്കെ അദ്ദേഹത്തിന്റെയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ഹംസവും ദമയന്തിയും, പിന്നെ ഏതാണ്? ജടായുവധം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഹംസവും ദമയന്തിയും ആരുടെയാണ്? അത് രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. പിന്നെ എന്താണ്? ജടായുവധം പഠിക്കണം കേട്ടോ. ജടായുവധം അതിന്റെ ചിത്രമൊക്കെ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ, നല്ല രസമുള്ള ചിത്രങ്ങളാണ്. ഓക്കെ, ജടായുവധം ചിറകൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോണതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ജടായുവധമൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ടുവെക്കുകയും ചെയ്യാം. ചിലപ്പോൾ അപ്പോൾ ഓർമ്മ കിട്ടുമല്ലോ, ഇത് രാജാ രവിവർമ്മയാണ്, സാറൊന്ന് നോക്കി നോക്കാൻ പറഞ്ഞത്. അപ്പോൾ ഞാനൊന്ന് നോക്കിയതാണ്. അപ്പോൾ ജടായുവധം ആരുമായിട്ടൊന്ന് കണക്ട് ആവും. നമ്മൾ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് നമുക്കത് ഓർത്തിരിക്കാൻ പറ്റുക. നമ്മൾ വിചാരിക്കും ചെറിയൊരു മെമ്മറി അല്ലേ നമുക്ക് ഉള്ളിൽ പോകേണ്ടത്, അപ്പോൾ അതല്ല നമുക്ക് ഓർത്തിരിക്കാൻ സുഖം. അല്ല, ഞാനൊരു ചെറിയ മെമ്മറിയായി ബന്ധപ്പെട്ട ഒരു കഥ മുഴുവൻ അങ്ങനെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് ആ ചെറിയ മെമ്മറി ഭയങ്കര ഓർമ്മയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് പറ്റുകയാണെങ്കിൽ ഒന്ന് നോക്കുക. ജടായുവധം ആരുടെയാണ്? രാജാ രവിവർമ്മയുടെ ചിത്രമാണ്. പിന്നെ ഏതാണ്? സീതാ സ്വയംവരം. സീതാ സ്വയംവരം. ശകുന്തള മറക്കരുത്. ദർഭമുന കൊണ്ട ശകുന്തള ആരുടെയാണ്? അത് അദ്ദേഹത്തിന്റെയാണ്. ആരുടെ? രാജാ രവിവർമ്മയുടെയാണ്. പിന്നെ സീതാ സ്വയംവരം. പിന്നെ ജടായുവധം മറക്കരുത്. പിന്നെ എന്താണ്? ഹംസവും ദമയന്തിയും മറക്കരുത്. ഹംസവും ദമയന്തിയും ജടായുവധം ഇമ്പോർട്ടൻ്റ് ആയത് ഞാൻ പിന്നെയും നിങ്ങൾക്ക് പറഞ്ഞുതരും, അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ പഠിക്കാൻ മറക്കരുത്. ഏതൊക്കെയാണ്? ജടായുവധം, ഹംസവും ദമയന്തിയും, പിന്നെ ദർഭമുന കൊണ്ട ശകുന്തള. സീതാ സ്വയംവരം അദ്ദേഹത്തിന്റെയാണ്. പിന്നെ ഏതാണ്? ശ്രീകൃഷ്ണ ജനനം. ശ്രീകൃഷ്ണ ജനനം. പിന്നെ അതുപോലെ തന്നെ ഒന്നും കൂടി ഉണ്ട്, ശ്രീരാമ പട്ടാഭിഷേകം, അതും അദ്ദേഹത്തിന്റെയാണ്. ശ്രീകൃഷ്ണ ജനനം. ശ്രീരാമ പട്ടാഭിഷേകം. ഓക്കെ, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം, ഇത് രണ്ടും ആരുടെയാണ്? ഇത് രണ്ടും ശ്രീരാമനും. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്തോ. ശ്രീകൃഷ്ണ ഇത് രണ്ടും ആരുടെയാണ്? ആരുടെ? രാജാ രവിവർമ്മയുടെയാണ്. ശ്രീരാമ പട്ടാഭിഷേകം, പിന്നെ ഏതാണ്? ശ്രീകൃഷ്ണ ജനനം. പിന്നെ ഒന്നുണ്ട്, നർത്തകി അദ്ദേഹത്തിന്റെ അല്ലേ? നർത്തകി അദ്ദേഹത്തിന്റെ കേട്ടോ. ഓക്കെ, നൃത്തം ചെയ്യുന്ന പെൺകുട്ടി അദ്ദേഹത്തിന്റെ അല്ല, നർത്തകിയാണ് അദ്ദേഹത്തിന്റെ. നൃത്തം ചെയ്യുന്ന പെൺകുട്ടി ആരുടെ? KCS പണിക്കരുടെ അല്ലേ. അപ്പൊ അത് മനസ്സിലാക്കി വെക്കുക. നർത്തകി അങ്ങനെ ചെറുതായി പറഞ്ഞതാണ് രാജാ രവിവർമ്മ. ആ കൃതി അല്ല കേട്ടോ, ഇതെന്താണ്? ചിത്രമാണ്. ഓക്കെ, അപ്പൊ നർത്തകി എന്ന ചിത്രം ആരുടെയെന്ന് ചോദിച്ചാൽ രാജാ രവിവർമ്മ. ശ്രീകൃഷ്ണ ജനനം, ശ്രീരാമ പട്ടാഭിഷേകം, പിന്നെ ഏതാണ്? വിദ്യാർത്ഥിനി.
ഇതും ആരുടെയാണ്? ഇതും രാജാ രവിവർമ്മയുടെ വിദ്യാർത്ഥിനി. ഇതും രാജാ രവിവർമ്മയുടെ ഏതാണ്? ചിത്രമാണ്. രാജാ രവിവർമ്മയുടെ ഏതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞത് ഏതൊക്കെയാണ്? ഒന്ന് ശകുന്തള അല്ലെ, ദർഭമുന കൊണ്ട ശകുന്തള. ജടായുവധം മറക്കില്ലല്ലോ, ജടായുവധം, ദർഭമുന കൊണ്ട ശകുന്തള. പിന്നെ ഏതോ ഒന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സീതാ സ്വയംവരം അല്ലെ. പിന്നെ ഏതാണ്? ഹംസവും ദമയന്തിയും. ഹംസവും ദമയന്തിയും ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് ആരുടെയാണ്? രാജാ രവിവർമ്മയുടെ പ്രശസ്ത ചിത്രമാണ്. പിന്നെ ഏതൊക്കെ നമ്മൾ പഠിച്ചു? നർത്തകി, വിദ്യാർത്ഥിനി, ഇതൊക്കെ അദ്ദേഹത്തിന്റെയാണ്. പിന്നെ ശ്രീകൃഷ്ണ ജനനം, ശ്രീരാമ പട്ടാഭിഷേകം അല്ലെ, ഇത് രണ്ടും ആരുടെയാണ്? രാജാ രവിവർമ്മയുടെയാണ്. ഓക്കെ. പിന്നെ ഇന്ത്യയിലെ സംഗീതജ്ഞൻ, അത് ചിലപ്പോൾ ഒരു ചോദ്യം വരാൻ സാധ്യത ഉണ്ട്. ഇന്ത്യയിലെ സംഗീതജ്ഞർ എന്ന ചിത്രം ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് ആരുടെയാണ്? അതും രാജാ രവിവർമ്മയുടെ. ഓക്കെ. അപ്പൊ ജടായുവധം, ഇന്ത്യയിലെ സംഗീതജ്ഞർ, ജടായുവധം, ഇന്ത്യയിലെ സംഗീതജ്ഞർ, ഒരു വട്ടം കൂടി, ജടായുവധം, ഇന്ത്യയിലെ സംഗീതജ്ഞർ. പിന്നെ ഏതാണ്? സീതാ സ്വയംവരം, പിന്നെ ദർഭമുന കൊണ്ട ശകുന്തള, പിന്നെ ജടായുധം പറഞ്ഞു അല്ലെ, ദർഭമുന കൊണ്ട ശകുന്തള. പിന്നെ ഏതെങ്കിലും വിട്ടുപോയോ? ദർഭമുന കൊണ്ട ഹംസവും ദമയന്തിയും. ഓക്കെ, ഹംസവും ദമയന്തിയും, ഇതൊക്കെ ആരുടെയാണ്? ഇതൊക്കെ രാജാ രവിവർമ്മയുടെ പ്രശസ്ത ചിത്രങ്ങളാണ്. പിന്നെ ഒന്നുകൂടി ഉണ്ട്, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം. ഓക്കെ, ഇതൊക്കെ ആരുടെയാണ്? പിന്നെ വിദ്യാർത്ഥിനി, നർത്തകി, ഇതൊക്കെ ഓർത്തു വെക്കുക ജസ്റ്റ്. അഥവാ താഴെ തന്നിരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യണ്ടേ. അപ്പോൾ ഇതൊക്കെ ഓർത്തു വെക്കുക, വിദ്യാർത്ഥിനി, നർത്തകി ഒക്കെ ഓർത്തു വെക്കുക. പിന്നെ ഉദയപൂർ കൊട്ടാരം, അല്ല, ഉദയപൂർ കൊട്ടാരം. ഇതും അദ്ദേഹത്തിന്റെ പ്രശസ്ത ചിത്രമാണ്. ഉദയപൂർ കൊട്ടാരം. പിന്നെ അച്ഛൻ, ജിപ്സികൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ. അച്ഛൻ, ജിപ്സികൾ, ഇതൊക്കെ ആരുടെയാണ്? അച്ഛൻ, ജിപ്സികൾ, ഇതൊക്കെ ആരുടെ ചിത്രമാണെന്ന് ചോദിച്ചാൽ രാജാ രവിവർമ്മയുടെ. ഇമ്പോർട്ടന്റ് ആയിട്ട് ഒന്ന് ഓർത്തു വെക്കുക. ഒന്ന് ജിപ്സികൾ പഠിക്കണേ, ജിപ്സികൾ അദ്ദേഹത്തിന്റെയാണ്. പിന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ജടായുവധം അല്ലെ, ജടായുവധം റിപ്പീറ്റ് ചെയ്യണേ പ്ലീസ്, കാരണം അത്രയും ഓർത്തെടുക്കാൻ പറ്റാത്ത സാധനങ്ങളല്ലേ. അപ്പൊ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് ഓർത്തിരിക്കാലോ. അപ്പൊ എന്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ, ജിപ്സികൾ, ഒന്ന് ജിപ്സികൾ. പിന്നെ ഏതാണ്? ജടായുവധം ആരുടെയെന്ന് ചോദിച്ചാലും രാജാ രവിവർമ്മയുടെയാണ്. പിന്നെ ഏതാണ്? നർത്തകി അദ്ദേഹത്തിന്റെയാണ്. ശ്രീകൃഷ്ണ ജനനം റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണേ. ശ്രീകൃഷ്ണ ജനനം, ശ്രീരാമ പട്ടാഭിഷേകം. പിന്നെ ഏതാണ്? ജടായുവധം പറഞ്ഞു അല്ലെ, ജടായുവധം. പിന്നെ ഏതാണ്? സീതാ സ്വയംവരം അല്ലെ, സീതാ സ്വയംവരം, ദർഭമുന കൊണ്ട ശകുന്തള. പിന്നെ ഏതാ ഒന്നുകൂടി പറഞ്ഞല്ലോ? ഹംസവും ദമയന്തിയും. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെക്കാട്ടോ. ഏതൊക്കെ പഠിച്ചു? ഹംസവും ദമയന്തിയും, സീതാ സ്വയംവരം, ദർഭമുന കൊണ്ട ശകുന്തള, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം, നർത്തകി, വിദ്യാർത്ഥിനി, ജിപ്സികൾ, ജടായുവധം. ഇതൊക്കെ ആരുടെയാണ്? ഇതൊക്കെ ആരുടെ പ്രശസ്ത ചിത്രങ്ങളാണ് എന്ന് ചോദിച്ചാൽ, പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ സംഗീതജ്ഞർ ആരുടെയാണ്? ഇതൊക്കെ ആരുടെയാണെന്ന് ചോദിച്ചാൽ രാജാ രവിവർമ്മയുടെ പ്രശസ്ത ചിത്രങ്ങളാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ചിത്രകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ ചിത്രകാരനും എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ചിത്രമെഴുത്തു കോയി തമ്പുരാൻ എന്നറിയപ്പെടുന്നതും ആരാണ്? രാജാ രവിവർമ്മയാണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഈ എന്താണ്, ചിത്രങ്ങൾ ഇനി മറന്നു പോവോ? ചിത്രങ്ങളൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യണോ? ചിത്രങ്ങൾ ഒരു വട്ടം കൂടി നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ജടായുവധം. ഓക്കെ, മെല്ലെ റിപ്പീറ്റ് ചെയ്ത് പോവുക, മനസ്സിൽ ഇങ്ങനെ കയറണം കേട്ടോ. ജടായുവധം ആരുടെയാണ്? ഹംസവും ദമയന്തിയും ആരുടെയാണ്? ശകുന്തള അല്ലെ, ദർഭമുന കൊണ്ട ശകുന്തള മറക്കുകയെ ചെയ്ത് തീർച്ചയായിട്ടും ചോദ്യം വരികയാണെങ്കിൽ അതാവും ചോദ്യം വരിക. ഓക്കെ, അപ്പൊ ദർഭമുന കൊണ്ട ശകുന്തള ആരുടെയാണെന്ന് ചോദിച്ചാലും രാജാ രവിവർമ്മ. പിന്നെ നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഉദയപൂർ കൊട്ടാരം അല്ലെ, ഉദയപൂർ കൊട്ടാരം. പിന്നെ ഏതാണ്? വിദ്യാർത്ഥിനി അല്ലെ, വിദ്യാർത്ഥിനി, നർത്തകി, സീതാ സ്വയംവരം. പിന്നെ ശകുന്തള പറഞ്ഞു അല്ലെ, ശകുന്തള പിന്നെ റിപ്പീറ്റ് ചെയ്യണേ. ദർഭമുന കൊണ്ട ശകുന്തള, സീതാ സ്വയംവരം, ശ്രീകൃഷ്ണ ജനനം, ശ്രീരാമ പട്ടാഭിഷേകം, നർത്തകി, വിദ്യാർത്ഥിനി, ഇതൊക്കെ ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? രാജാ രവിവർമ്മയുടെ പ്രശസ്ത ചിത്രങ്ങളാണ്. ജിപ്സികൾ. ഓക്കെ, ജിപ്സികൾ റിപ്പീറ്റ് ചെയ്യണം. ജിപ്സികൾ അദ്ദേഹത്തിന്റെ ചിത്രമാണ്. അപ്പൊ രാജാ രവിവർമ്മയുടെ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഒന്ന്, ചിത്രകലയിൽ മികവുള്ളവർക്ക് കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ഒരു ഇതുണ്ടല്ലോ, ഒരു പുരസ്കാരം 2001 ഏർപ്പെടുത്തിയത്. 2001. ഓക്കെ, 2001 കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയതാണ് രാജാ രവിവർമ്മ പുരസ്കാരം. ഓക്കെ, രാജാ രവിവർമ്മ പുരസ്കാരം എപ്പോഴാണ്? 2001 ഏർപ്പെടുത്തിയത്. കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ ചിത്രകലയിൽ മികവ് തെളിയിക്കുന്നവർക്ക് കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് രാജാ രവിവർമ്മ പുരസ്കാരമാണ്. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? രാജാ രവിവർമ്മ ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ആളുകളെ കൂടി ഒന്ന് നോക്കണ്ടേ? ആരൊക്കെയാണ്? ഒന്ന് പ്രധാനമായിട്ടും അമൃത ഷേർഗിൽ നോക്കണം. അമൃത ഷേർഗിൽ. ഇതൊക്കെ മാർക്ക് ചെയ്യാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ നോക്കാത്തവരാണെങ്കിൽ ഈ പറയുന്നതൊക്കെ ഒന്ന് നോക്കണേ. അമൃത ഷേർഗിൽ.
ഓക്കെ, അമൃത ഷെർഗിലുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശസ്ത ചിത്രങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ഡീപ്പായിട്ടൊന്നും പഠിക്കണ്ട. രാജാ രവിവർമ്മ ആയിട്ട് ഞാൻ പറഞ്ഞ ഇത്ര പോയിന്റ്സ് എന്തായാലും പഠിച്ചു വെക്കുക കേട്ടോ. 2001 രാജാ രവിവർമ്മ പുരസ്കാരം ഏർപ്പെടുത്തിയത്, കേരള ഗവൺമെന്റ് ഏർപ്പെടുത്തിയതാണ്. ഇനി അമൃത ഷെർഗിലുമായി ബന്ധപ്പെട്ട പ്രശസ്ത കൃതികൾ നോക്കാം. ഓക്കെ, വധുവിന്റെ ചമയം, അതെ അവരുടെ അല്ലേ വധുവിന്റെ ചമയം, വധുവിന്റെ ചമയം. വധുവിന്റെ ചമയം ആരുടെ എന്ന് ചോദിച്ചാലും, പിന്നെ ഏതാണ് യാചകൻ, ആരാണ് യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്? യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? മദൻ മോഹൻ മാളവ്യാണ് അല്ലെ? മദൻ മോഹൻ മാളവ്യാണ് യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത്. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് അല്ലെ? മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. ഓക്കെ, സർദാർ KM പണിക്കരാണ് മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്, അറിയാലോ നായർ സർവീസ് സൊസൈറ്റി. പിന്നെ അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് അബൌട്ട് മന്നത്ത് പത്മനാഭൻ. ഓക്കെ, അതേതാണ്? വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാൽ അതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ഏത് വർഷമാണ് വൈക്കം സത്യാഗ്രഹം? 1924. ജസ്റ്റ് അറിഞ്ഞു വെക്കാം കേട്ടോ. ഓക്കെ, ഇത് വധുവിന്റെ ചമയം, യാചകൻ, ഇതൊക്കെ ആരുടെയാണ്? ഇതൊക്കെ ആരുടെ ചിത്രങ്ങളാണെന്ന് ചോദിച്ചാൽ അമൃത ഷെർഗിലിന്റെയാണ്. അമൃത ഷെർഗിൽ. പിന്നെ ഏതാണ്? ഗ്രാമീണർ. ഓക്കെ, ഇതുവരെ കേൾക്കാത്തവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഗ്രാമീണർ, ഗ്രാമീണർ. പിന്നെ ഏതാണ്? മദർ ഇന്ത്യ, മദർ ഇന്ത്യ, മദർ ഇന്ത്യ, ഗ്രാമീണർ. ഇതൊക്കെ ആരുടെയാണ്? ഇതൊക്കെ അമൃത ഷെർഗിലിന്റെയാണ്. മദർ ഇന്ത്യ, ഗ്രാമീണർ. പിന്നെ ഏതാണ്? ബ്രഹ്മചാരികൾ, ബ്രഹ്മചാരികൾ, ബ്രഹ്മചാരികൾ. ഹൽദി തയ്യാറാക്കുന്നവർ. ഓക്കെ, ഹൽദി എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഹൽദി തയ്യാറാക്കുന്നവർ ആരുടെയാണ്? അമൃത ഷെർഗിലിന്റെയാണ്. അമൃത ഷെർഗിലിന്റെയാണ്. പിന്നെ സിഖ് ഗായകർ, സിഖ് ഗായകർ, സിഖ് ഗായകർ. ഓക്കെ, അപ്പൊ എത്ര കാര്യങ്ങൾ? വധുവിന്റെ ചമയം, പിന്നെ അതുപോലെ തന്നെ വധുവിന്റെ ചമയം ആലോചിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൽദി കിട്ടും അല്ലേ? വധുവിന്റെ ചമയം, പിന്നെ ഹൽദി, വധുവിന്റെ ചമയം, പിന്നെ ഹൽദി തയ്യാറാക്കുന്നവർ, ഗ്രാമീണർ. ഓക്കെ, ഗ്രാമീണർ. ഗ്രാമീണ ചണ്ടക്കാരൻ ആരുടെയാണ്? ഗ്രാമീണ ചണ്ടക്കാരൻ അത് നന്ദാലാൽ ബോസിന്റെ കേട്ടോ. ഗ്രാമീണ ചണ്ടക്കാരൻ നന്ദാലാൽ ബോസ്. ഓക്കെ, ഗ്രാമീണ ചണ്ടക്കാരൻ ആരുമായി ബന്ധപ്പെട്ടതാണ്? നന്ദാലാൽ ബോസ്. ഭയങ്കര റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്, അതുകൊണ്ട് പഠിച്ചു വെക്കാം. ഇത് ഗ്രാമീണർ ആരുടെ ചിത്രമാണെന്ന് ചോദിച്ചാൽ അമൃത ഷെർഗിലിന്റെ ചിത്രമാണ്. അപ്പൊ അമൃത ഷെർഗിലിന്റെ എത്ര കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. ഓക്കെ, ഇനി അടുത്തത് TK പത്മിനി. ഈ പേര് കേട്ടുണ്ടോ? TK പത്മിനി, TK പത്മിനി. എന്താണ്? കേരളത്തിന്റെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് TK പത്മിനിയാണ്. TK പത്മിനിയുമായി ബന്ധപ്പെട്ട പ്രശസ്ത ചിത്രങ്ങൾ ഏതൊക്കെയാണ്? നീലനദി. ഓക്കെ, നീലനദി അവരുടെയാണ്. നീലനദി. കേരളത്തിന്റെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്നതാണ് TK പത്മിനി. നീലനദി. പിന്നെ ഏതാണ്? നീലനദി ധ്യാനം, നിലാവ്, ഡിസയർ. ഇതിൽ ഈ നീലനദി എന്തായാലും അറിഞ്ഞു വെക്കണം. നീലനദി. പിന്നെ ഏതാണ്? ഡോൺ, പിന്നെ വുമൺ, ഗ്രോത്ത്. ഓക്കെ, ഇതൊക്കെ ആരുടെ ചിത്രങ്ങളാണെന്ന് ചോദിച്ചാൽ ഗ്രോത്ത്. ഇതൊക്കെ ആരുടെ ചിത്രങ്ങളാണ്? TK പത്മിനിയുടെയാണ്. നീലനദി. ഓക്കെ, നീലനദി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നീലനദി. ഓക്കെ, നീലനദി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നീലനദി. ഓക്കെ, അപ്പൊ നീലനദി ആരുടെയാണ്? TK പത്മിനിയുടെയാണ്. കേരളത്തിന്റെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ TK പത്മിനിയാണ്. പട്ടം പറത്തുന്ന പെൺകുട്ടി ആരുടെ എന്ന് ചോദിച്ചാലും TK പത്മിനിയുടെയാണ്. പട്ടം പറത്തുന്ന പെൺകുട്ടി അതും പഠിച്ചു വെക്കണം. നീലനദിയും പഠിച്ചു വെക്കണം. അപ്പോൾ നദിക്കരയിലൂടെ പട്ടം പറത്തി കൊണ്ടുപോകുന്ന ആലോചിച്ച് അത് രണ്ടും കിട്ടുമല്ലോ. അപ്പൊ നീലനദി, പട്ടം പറത്തുന്ന പെൺകുട്ടി. അപ്പൊ നദിക്കരയിലൂടെയാണ് പട്ടം പറത്തിയിട്ട് ഓടുക. സാധാരണ കടലിന്റെ അവിടെ ഉണ്ടാവുക. അപ്പൊ നമ്മൾ നദിക്കരയിലൂടെ ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നദിയുടെ അരികിലൂടെ പട്ടം പറത്തിയിട്ട് ഓടുകയാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ച് എന്ത് കിട്ടും? നീലനദി, പട്ടം പറത്തുന്ന പെൺകുട്ടി. ഇനി KCS പണിക്കർ. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? KCS പണിക്കറാണ്. ഓക്കെ, KCS പണിക്കർ പഠിച്ചു വെക്കണം. കേരള ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് KCS പണിക്കറാണ്. അദ്ദേഹത്തിന്റെ ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞു നർത്തകി ആരുടെയാണ്? രാജാ രവിവർമ്മയുടെ. നർത്തകി രാജാ രവിവർമ്മയായിട്ട് നമ്മൾ ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട്. കാദംബരി. ഓക്കെ, ഇത് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഈ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം മരണമടഞ്ഞത്. ഓക്കെ, അദ്ദേഹം അന്തരിച്ചത് ഏത് ചിത്രം വരക്കുന്ന വേളയിലാണെന്ന് ചോദിച്ചാൽ ഏതാണ്? കാദംബരിയാണ്. കാദംബരി 1906
ഒക്ടോബർ 2-നാണ് അന്തരിച്ചത്. 1906 ഒക്ടോബർ 2-നാണ്. കാദംബരി എന്ന ചിത്രമാണ് അവസാന ചിത്രം. ഏതാന്ന് ചോദിച്ചാലും കാദംബരിയാണ്. ഏതാണ്? കാദംബരി. ഓക്കെ, കാദംബരി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞത്? KCS പണിക്കർ, കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ KCS പണിക്കരാണ്. അദ്ദേഹത്തിന്റെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടി പഠിച്ചു നോക്കാം. നർത്തകി ആരുടെയാണ്? നർത്തകി, വിദ്യാർത്ഥിനി, ഇതൊക്കെ ആരുടെ എന്ന് ചോദിച്ചാൽ അത് ആരുടെയാണ്? അത് രാജാ രവിവർമ്മയുടെയാണ്. അപ്പോൾ KCS പണിക്കരുടെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടി. ഓക്കെ, പിന്നെ പാപിനി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ചിത്രമാണ് പാപിനി. ഓക്കെ, പിന്നെ മലബാർ കർഷകന്റെ ജീവിതം. ഓക്കെ, മലബാർ കർഷകൻ. നമ്മൾ രാജാ രവിവർമ്മയായിട്ട് ബന്ധപ്പെട്ട എന്താ? മലബാർ വെച്ച് പഠിച്ചു. മലബാർ മനോഹരി. ഓക്കെ, മലബാർ മനോഹരിയാണ് രാജാ രവിവർമ്മയുടെ. മലബാർ മനോഹരി, രാജാ രവിവർമ്മ. ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു? മലബാർ കർഷകന്റെ ജീവിതം ആരുടെയാണ്? അത് KCS പണിക്കരുടെ കേട്ടോ. KCS പണിക്കർ. പാപിനി, പിന്നെ ക്രിസ്തുവും ലാസറും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്രിസ്തുവും ലാസറും ഇതെന്തായാലും ഒന്ന് പഠിച്ചു വെച്ചോ. വേറെ ഏത് വിട്ട് കളഞ്ഞാലും ഇത് പഠിച്ചോ. ഓക്കെ, ക്രിസ്തുവും ലാസറും, അതുപോലെ തന്നെ ലുംബിനി, ഇത് രണ്ടും ആരുടെയെന്ന് ചോദിച്ചാൽ KCS പണിക്കരാണ്. ഓക്കെ, ക്രിസ്തുവും ലാസറും ആരുടെയാണ്? ക്രിസ്തുവും ലാസറും ലുംബിനി, ഇത് രണ്ടും ആരുടെയാണ്? ക്രിസ്തുവും ലാസറും ലുംബിനി എന്നിവ ആരുടെയെന്ന് ചോദിച്ചാൽ KCS പണിക്കരാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒന്നുണ്ട് ഡോഗ്. ഓക്കെ, ഡോഗ് എന്നത് ആരുടെയാണെന്ന് ചോദിച്ചാലും ആരുടെയാണ്? KCS പണിക്കരാണ്. അപ്പൊ എത്ര കാര്യങ്ങൾ ഓർമ്മ ഉണ്ടല്ലോ. നീലനദി ആരുടെയാണ്? നീലനദി TK പത്മിനിയുടെ അല്ലേ? TK പത്മിനിയുടെയാണ് നീലനദി. അപ്പൊ ഡോഗ്. പിന്നെ ഏതാണ്? ക്രിസ്തുവും ലാസറും ആരുടെ എന്ന് ചോദിച്ചാൽ ആരുടെയാണ്? KCS പണിക്കരുടെയാണ്. പിന്നെ ഏത് പഠിച്ചു? ക്രിസ്തുവും ലാസറും ലുംബിനി. ഓക്കെ, ലുംബിനി ആരുടെയെന്ന് ചോദിച്ചാലും ആരുടെയാണ്? KCS പണിക്കരുടെയാണ്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ പഠിച്ചല്ലോ. ഈ കലയുമായി ബന്ധപ്പെട്ട്, ഈ ചിത്രകലയുമായി ബന്ധപ്പെട്ട് ഇത്ര കാര്യങ്ങൾ എന്തായാലും ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ചിത്രകാരന്മാരിൽ രാജാവും രാജാക്കന്മാരിൽ ചിത്രകാരനും എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? രാജാ രവിവർമ്മയാണ്. ഏത് ചിത്രം വരക്കുന്ന വേളയിലാണ് അദ്ദേഹം അന്തരിച്ചതെന്ന് ചോദിച്ചാൽ ഏതാണ്? കാദംബരി. ഞാൻ ആ സമയത്ത് പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഇപ്പൊ പിന്നീട് റിപ്പീറ്റ് ചെയ്യുന്നത്. കാദംബരിയാണ്. ആ സമയത്ത് പറയാൻ വിട്ടുപോയി. ഓക്കെ, 1906 ഒക്ടോബർ 2. ഈ ഡേറ്റും കൂടി അറിഞ്ഞു വെക്കുക. ഒക്ടോബർ 2 ഒക്ടോബർ 2. ഓക്കെ, ഏത് ചിത്രവേളയിലാണ്? ഏത് ചിത്രം, അവസാന ചിത്രം ഏതെന്നൊക്കെ ചോദ്യം വരും. ഏതാണ്? കാദംബരിയാണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രം. പിന്നെ ഞാൻ ഇത്രയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഈ പ്രശസ്തമായ ചിത്രങ്ങളൊന്ന് പഠിച്ചു വെക്കണേ. നർത്തകിയൊക്കെ അദ്ദേഹത്തിന്റെയാണ്. നർത്തകി, പക്ഷെ നൃത്തം ചെയ്യുന്ന പെൺകുട്ടി ആരുടെയാണ്? KCS പണിക്കരുടെയാണ് അല്ലെ? നൃത്തം ചെയ്യുന്ന പെൺകുട്ടി KCS പണിക്കരുടെയാണ്. നർത്തകി ആരുടെയാണെന്ന് ചോദിച്ചാൽ ആരുടെയാണ്? രാജാ രവിവർമ്മ. നർത്തകി രാജാ രവിവർമ്മ. വിദ്യാർത്ഥിനി ജടായുവധം അല്ലെ? ജടായുവധം ആരുടെയാണ്? റിപ്പീറ്റ് ചെയ്ത് വരണം. എന്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തോ, മടി കാണിക്കല്ലേ. കാരണം നിങ്ങൾക്ക് ഇത് എന്തായാലും മാർക്ക് വരണം. അഥവാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഈ സാധനം കേട്ടു, ഇപ്പൊ ഈ ക്ലാസ്സിൽ കേട്ടിട്ടാണ് പോയത്, ഇനി എക്സാമിന് വരുമ്പോൾ എവിടെയോ കേട്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് അറിയില്ല എന്ന് ആലോചിക്കുന്ന ഒരു സിറ്റുവേഷൻ ആലോചിച്ചു. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാൻ പറയുന്നത്. ദയവ് ഇത് അങ്ങനെ ആയി പോകരുത്. നമുക്ക് എന്തായാലും മാർക്ക് അടിക്കണം ഇവിടെ. ഓക്കെ, അപ്പോൾ ഇതിൽ കേൾക്കുമ്പോൾ ഒന്ന് പഠിച്ചിട്ട് പോവുക. ജസ്റ്റ് കേട്ടാൽ പോരാ, തീർച്ചയായിട്ടും പഠിക്കണം. ഓക്കെ, റിക്വസ്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും പഠിക്കുക. നല്ല മാർക്കോടുകൂടി റാങ്ക് നേടുക. ആ റാങ്ക് നേടണമെങ്കിൽ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ജസ്റ്റ് കേട്ടിട്ട് പോയാൽ പോരാ. കേട്ടിട്ട് പോയാൽ നമുക്ക് അവിടുന്ന് ഓർമ്മ കിട്ടില്ല. കാരണം അത്ര ടെൻഷനിലാണ് നമ്മൾ എക്സാം എഴുതുക. ടെൻഷനൊക്കെ നമുക്ക് കുറക്കാട്ടോ. പക്ഷേ എന്ത് വന്നാലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചെറുതായിട്ടൊന്ന് ടഫായി എന്ന് തോന്നി, അല്ലെങ്കിൽ അറിയുന്ന ഭാഗമൊക്കെ തെറ്റിപ്പോകുന്നു തോന്നിക്കഴിഞ്ഞാൽ നല്ല ടെൻഷൻ കൂടും. അപ്പോൾ അത് കൂടാതിരിക്കാനാണ് പറയുന്നത്. കോൺഫിഡൻസ് കൂടണമെങ്കിൽ അറിയുന്ന ഭാഗങ്ങൾ പെർഫെക്റ്റ് ആയി തന്നെ അറിയണം. ഞാനിതൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ തോന്നിയാൽ പോരാ. അപ്പോൾ തീർച്ചയായിട്ടും പഠിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ട് തന്നെ പോവുക. അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്ത് ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പ്ലീസ് എൻ്റെ കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക. ജടായുവധം. ഓക്കെ, ജടായുവധം ആരുടെയെന്ന് ചോദിച്ചാലും പിന്നെ ഏതാണ്? ജടായുവധം, ശ്രീരാമ പട്ടാഭിഷേകം, ശ്രീകൃഷ്ണ ജനനം, ഇതൊക്കെ ആരുടെയെന്ന് ചോദിച്ചാലും ആരുടെയാണ്? ശ്രീകൃഷ്ണ ജനനം, ശ്രീരാമ പട്ടാഭിഷേകം, ഇത് രണ്ടും ആരുടെയെന്ന് ചോദിച്ചാലും ആരുടെയാണ്? അത് രാജാ രവിവർമ്മയുടെയാണ്. പിന്നെ പ്രശസ്തമായത് ഏതാണ്? ശകുന്തള. ഓക്കെ, ശകുന്തള, ദർഭമുന കൊണ്ട ശകുന്തള ആരുടെയെന്ന് ചോദിച്ചാലും പിന്നെ ഒന്ന് പഠിച്ചു മലബാർ മനോഹരി. ഓക്കെ, മലബാർ മനോഹരി ആരുടെയെന്ന് ചോദിച്ചാലും ആരുടെയാണ്? അത് രാജാ രവിവർമ്മയുടെ ചിത്രങ്ങളാണ്. നർത്തകി, വിദ്യാർത്ഥിനി, ഇതൊക്കെ അദ്ദേഹത്തിന്റെയാണ്. പിന്നെ ഏത് ചിത്രം രചിക്കുമ്പോഴാണ്, ഏത് ചിത്രം വരക്കുമ്പോഴാണ് അന്തരിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? 1906 ഒക്ടോബർ 2 ഏതാണ്? കാദംബരിയാണ്. അപ്പൊ അവസാന ചിത്രം ഏത് എന്ന് ചോദിച്ചാലും കാദംബരി. ഓക്കെ, കാദംബരി. അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, KCS പണിക്കരുടെ ഏതാണ്? KCS പണിക്കരുടെ പ്രശസ്ത ചിത്രം ഏത് നമ്മൾ പഠിച്ചു അല്ലേ? നർത്തകി ആരുടെയെന്ന് നമ്മൾ പഠിച്ചു? രാജാ രവിവർമ്മ. നൃത്തം ചെയ്യുന്ന പെൺകുട്ടി ആരുടെയാണ്? KCS പണിക്കരുടെയാണ്. KCS പണിക്കരുടെ. പിന്നെ ലുംബിനി. ഓക്കെ, ലുംബിനി, ക്രിസ്തുവും ലാസറും, ഇതൊക്കെ ആരുടെയാണ്? ക്രിസ്തുവും ലാസറും, ലുംബിനി, ഇതൊക്കെ ആരുടെയാണെന്ന് ചോദിച്ചാൽ അത് KCS പണിക്കരുടെയാണ്. കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് KCS പണിക്കരാണ്. ഓക്കെ, അപ്പൊ അത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം.
മറക്കരുതേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പഠിച്ചു വെക്കാം. നീല നദി പട്ടം പറത്തുന്ന പെൺകുട്ടി ഇതൊക്കെ ആരുടെയെന്ന് ചോദിച്ചാൽ അത് ആരുടെയാണ്? ടി.കെ. പത്മിനിയുടെയാണ്. കേരളത്തിന്റെ അമൃത ഷെർഗിൽ എന്നറിയപ്പെടുന്നത് ടി.കെ. പത്മിനിയാണ്. ഇനി അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് മാത്രം കണ്ടെത്തുക. ശരിയായതാണ് ചോദിച്ചിട്ടുള്ളത്. അന്താരാഷ്ട്ര മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 15-നാണ്. അന്താരാഷ്ട്ര മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 15-നാണ്. എന്ത് തോന്നുന്നു? അന്താരാഷ്ട്ര മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 15-നാണ്. എന്താ തോന്നുന്നത്? അന്താരാഷ്ട്ര മണ്ണ് ദിനം. മണ്ണ് വർഷം ചോദിച്ചാൽ നമുക്ക് അവിടെ ഒരു 15 ഉണ്ട്. മണ്ണ് ദിനത്തിൽ ഒരു 15 ഉണ്ടോ? ഇല്ല. മണ്ണ് ദിനത്തിലല്ല 15, മണ്ണ് ദിനം 5ആണ്, ഡിസംബർ 5ആണ്. അപ്പൊ ഇത് തെറ്റാണ്. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്, അല്ലൂവിയൽ സോയിൽ അല്ലേ, എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണോ കറുത്ത മണ്ണ്? കറുത്ത മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? പാലക്കാടുള്ള ചിറ്റൂരാണ് അല്ലേ. ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് എന്നൊക്കെ ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏത് എന്നൊക്കെ ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ്. പക്ഷെ ഇവിടെ എന്താണ്? കറുത്ത മണ്ണല്ല നമ്മുടെ ഉത്തരം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണാണ്. ഓക്കെ, ലാറ്ററൈറ്റ് സോയിൽ അഥവാ ചെങ്കൽ മണ്ണാണ്. അപ്പൊ ഇതും തെറ്റാണ്. ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. അതെ, ശരിയാണ്. അപ്പോൾ ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം ചെമ്മണ്ണാണ്. പിന്നെ ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇത് രണ്ടും ശരിയാണ്. ഇവിടെ വന്ന മിസ്റ്റേക്ക് എന്താണ്? അന്താരാഷ്ട്ര മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5-നാണ്. മണ്ണ് വർഷമാണ് 2015. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015-ഉം അന്താരാഷ്ട്ര പയർ വർഷം 2016-ഉമാണ്. 2016-ആണ് അന്താരാഷ്ട്ര പയർ വർഷം. ഓക്കെ. ആവർത്തന പട്ടികയുടെ വർഷമായിട്ട് കണക്കാക്കുന്നത് എപ്പോഴാണ്? 2019-ആണ്. അന്താരാഷ്ട്ര കെമിസ്ട്രി വർഷം 2011-ആണ്. 2011-ആണ് അന്താരാഷ്ട്ര കെമിസ്ട്രി വർഷം. ഇവിടെ നമ്മൾ എന്ത് പഠിച്ചു? 2015-ആണ് അന്താരാഷ്ട്ര മണ്ണ് വർഷം. അപ്പൊ നമുക്ക് നോക്കാം, അതുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റ്സ് ഒക്കെ നോക്കി നോക്കാം. എപ്പോഴാണ് അന്താരാഷ്ട്ര? ആദ്യം മണ്ണിനെ കുറിച്ച് ഒന്ന് അറിയണ്ടേ. മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. അപ്പൊ നമുക്ക് എങ്ങനെ ആലോചിക്കാം? ഞാൻ ജസ്റ്റ് ഒരു കണക്ഷൻ പറഞ്ഞു നോക്കട്ടെ. നിങ്ങൾക്ക് അഥവാ അത് ആക്ട് ആവുകയാണെങ്കിൽ, നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രം സ്വീകരിക്കുക. അല്ലാത്തവർ കാണാതെ പഠിച്ചു പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് എന്തെങ്കിലും കോഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കി പോവുക. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി എന്ന് പഠിക്കാൻ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുട്ടികൾ മണ്ണിൽ കളിക്കൂലേ. ചെറിയ കുട്ടികൾ മണ്ണിൽ കളിക്കുമ്പോൾ നമ്മൾ മനസ്സിലാലോചിക്കുന്ന കാര്യം എന്താ? മണ്ണിൽ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മൾ എന്താലോചിക്കും? അമ്മയുടെ മുമ്പിലെങ്ങാനും പോയി പെടുവോ എന്നാലോചിക്കും. അമ്മയുടെ മുമ്പിലെങ്ങാനും പോയി പെടുവോ. അപ്പൊ മണ്ണ് എന്ന് ആലോചിച്ചാൽ, കുട്ടീനെ ആലോചിച്ചാൽ എന്തായാലും പെടുവോ, അങ്ങനെ ആലോചിച്ചാൽ പെഡോളജി കിട്ടും കേട്ടോ. അതെങ്ങനെ അങ്ങനെ ആലോചിക്കണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് അവിടെ പോയിട്ട് വൺ വേർഡ് ആയിട്ട് എഴുതി വെക്കേണ്ട കാര്യമല്ല. അങ്ങനെ ആലോചിച്ചാൽ കിട്ടാതിരിക്കാൻ നമുക്ക് എന്താണ് അവിടെ ഓപ്ഷനിൽ തന്നിട്ടുണ്ടാവും. ഈ ഓപ്ഷനും മണ്ണും തമ്മിൽ എവിടെ കണക്ഷൻ എന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. മണ്ണ്, കുട്ടി എന്താണ് പെടുവോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പൊ പെഡോളജി, മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കേണ്ടി വന്നത്. ഓക്കെ, ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ടാക്കി തരേണ്ടി വന്നത് ഇതുകൊണ്ടാണ്. നല്ല റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്, ഇനിയും വരും എന്ന് പ്രതീക്ഷിക്കുക. അപ്പോൾ മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. അപ്പോൾ എന്താലോചിക്കാണ്? കുട്ടി മണ്ണിൽ കളിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ എന്താലോചിക്കും? എൻ്റെ അമ്മയുടെ മുമ്പിലെങ്ങാനും ഞാൻ പോയി പെടുവോ അല്ലേ. അമ്മയുടെ മുമ്പിൽ പെടാണ്ട് വേഗം പോയി കൈയും കാലും കഴുകണം. അപ്പോൾ അമ്മയുടെ മുമ്പിലെങ്ങാനും പോയി പെടുവോ എന്നാലോചിച്ചാൽ പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ഇനി നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ആപ്റ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ വേറെ കണ്ടുപിടിക്കട്ടോ. ഞാൻ ഇതന്നെ പഠിക്കണം എന്നൊന്നും പറയില്ല, നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. അത് ഞാൻ പറയും. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി ആണെന്ന് എന്തായാലും പഠിച്ചിട്ട് പോകണം. ഓക്കെ. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് എന്താണ്? മണ്ണ് രൂപം കൊള്ളുകയല്ലേ, മണ്ണ് ജനിക്കുക. ഓക്കെ, മണ്ണ് ജനിക്കുക. അപ്പൊ ഈ ജനിക്കുക എന്നുള്ളത് വെച്ച് ആലോചിച്ചാൽ മതി. ചോദ്യം എങ്ങനെയായിരിക്കും വരിക? മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. അപ്പൊ നമ്മൾ എന്തായാലും മണ്ണ് രൂപം കൊള്ളുക പറഞ്ഞാൽ മണ്ണ് ജനിക്കുകയാണ്. എന്താണ്? പെഡോജെനിസിസ്. മണ്ണ് പെഡോ നമ്മൾ കണക്ട് ചെയ്തു, പെഡോ അവിടെ കണക്ട് ചെയ്തു. പെഡോളജിയാണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം. പെഡോജെനിസിസ്, ജനിക്കുക, മണ്ണ് ജനിക്കുകയാണ്. അപ്പൊ ജെനിസിസിനെ അവിടെ കണക്ട് ചെയ്തൂടെ? പെഡോജെനിസിസ് ആണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. ഓക്കെ, മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ്. അപ്പോൾ മണ്ണിനെ കുറിച്ചുള്ള പഠനം എന്താണ്? പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ എന്താലേക്കണം? ഈ വാക്കാലേക്കണം. മണ്ണ് ജനിക്കാണ്, ജെനിസിസ്. പെഡോജെനിസിസ് ആണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ്. ഓക്കെ, അപ്പൊ മണ്ണിനെ കുറിച്ച് അത്ര കാര്യങ്ങൾ കിട്ടിയോ? ഇനി അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2015-ലാണ്. ഓക്കെ, 2015-ലാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുന്നത്. 2015-ലാണ്. എന്നാൽ മണ്ണ് ദിനമായി ആചരിക്കുന്നത് ചോദിച്ചാൽ ഡിസംബർ 5-ആണ്.
ഓക്കെ, ഞാൻ ഇവിടെ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ എന്ത് കൊടുത്തത്, ഡിസംബർ 15 എന്ന് കൊടുത്തത്. പലരും ഓർത്തു വെച്ചിട്ടുണ്ടാവും 15 മണ്ണുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ ഈ 15 എന്താണ് കണക്ഷൻ? 15 വർഷത്തിലാണ് കണക്ഷൻ. ഡിസംബർ 5 ആണ് മണ്ണ് ദിനമായി ആചരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ഡിസംബർ 5 ആണ്. ഇനി മാറിപ്പോകില്ലല്ലോ. അപ്പൊ അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015, പയർ വർഷം 2016 ആണ്. അതും കൂടി ഇതിന്റെ കൂടെ ഒന്ന് പഠിച്ചു പോയി, ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ ഡിസംബർ 5 ആണ്. ഡിസംബർ 5 ആണ്. ഡിസംബർ 1 എന്ത് ദിനമാണ്? നമ്മൾ പഠിച്ചതല്ലേ, ഡിസംബർ 1 എയ്ഡ്സ് ദിനമാണ്. ഡിസംബർ 1 എയ്ഡ്സ് ദിനമാണ്. പിന്നെ ഏതാണ്? ഫെബ്രുവരി 4 ആണ് കേട്ടോ ക്യാൻസർ ദിനം. ഫെബ്രുവരി 4 ക്യാൻസർ ദിനം. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7 ആണ്. ലോകാരോഗ്യ ദിനം ഏപ്രിൽ 7. ഹീമോഫീലിയയുടെ രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയാണ്. ഹീമോഫീലിയയുടെ ഏപ്രിൽ 17 ആണ്. ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ്. രാജകീയ രോഗം എന്നറിയപ്പെടുന്നതാണ് ഹീമോഫീലിയ. അപ്പൊ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഏതാണ്? ക്ഷയമാണ് കേട്ടോ, ക്ഷയം. ഓക്കെ, അപ്പോൾ വനജയുടെ കാലിൽ ക്ഷയം നമ്മൾ പഠിച്ചല്ലേ, മാർച്ച് 21, 22, 23, 24. ഓക്കെ, 24-ാം തീയതിയാണ് മാർച്ച് 24-നാണ് ക്ഷയരോഗ ദിനം. അപ്പൊ അതും കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. അപ്പൊ ഡിസംബർ 1 എന്താണ്? എയ്ഡ്സ് ദിനമാണ് കേട്ടോ, ഡിസംബർ 1. ഡിസംബർ 5 എന്താണ്? മണ്ണ് ദിനം. അപ്പൊ മണ്ണ് വർഷം 2015. മണ്ണിനെ കുറിച്ചുള്ള പഠനം നമ്മുടെ മുമ്പിലെങ്ങാനും പോയി പെടുവോ? അപ്പോൾ പെഡോളജി, മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ്. ഓക്കെ, മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ പെഡോജെനിസിസ് എന്നറിയപ്പെടുന്നു. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി എന്നും. 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുന്നു. അപ്പോൾ മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5-നാണ്. എത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ഒരു പോയിന്റ് പഠിച്ചു അല്ലേ, എക്കൽ മണ്ണാണേ. എക്കൽ മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം ഞാൻ അവിടെ പറഞ്ഞുതരാം കേട്ടോ. എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം. എക്കൽ മണ്ണ് എന്താണ്? അല്ലൂവിയൽ സോയിൽ. ചിലപ്പോൾ അങ്ങനെ തരും താഴെ തന്നിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് വെച്ചിട്ട് താഴെ അല്ലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, എക്കൽ മണ്ണാണെന്ന് പറയരുത്, രണ്ടും ഒന്നാണ്. ഓക്കെ, ഈ അല്ലൂവിയൽ സോയിലിന്റെ മലയാളമാണ് എക്കൽ മണ്ണ്. അല്ലൂവിയൽ സോയിൽ, അല്ലൂവിയൽ സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, ഇങ്ങനെയൊക്കെ നമുക്ക് ഓപ്ഷൻ തരും. ലാറ്ററൈറ്റ് സോയിലാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, അഥവാ ചെങ്കൽ മണ്ണ്, ലാറ്ററൈറ്റ് സോയിൽ. ഈ ചെങ്കൽ മണ്ണ് നിർമ്മാണം അറിയപ്പെടുന്നത് ഓക്കെ എന്താണെന്ന് ചോദിച്ചാൽ ലാറ്ററൈസേഷൻ എന്നാണ്. അത് അതിൽ തന്നെ ഉണ്ട്, ലാറ്ററൈറ്റ് സോയിൽ ആണ്, ലാറ്ററൈസേഷൻ. ഓക്കെ, ലാറ്ററൈസേഷൻ. ഇവിടെ എന്താണ്? എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. പിന്നെ അവിടുന്ന് ഒരു ചോദ്യം വരും, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. എന്ത് പഠിച്ചു? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ്. അപ്പൊ അതെങ്ങനെ പഠിച്ചു വെക്കാം? നെല്ല് അവിടെ ഒരു ഇല്ലില്ല, ഇല്ല് കട്ടിയിലൊരു ഇല്ലുണ്ട്. അതുപോലെ തന്നെ അല്ലേ അല്ലൂവിയൽ സോയിലും? നെല്ല്. അല്ലൂവിയൽ സോയിലാണ് എക്കൽ മണ്ണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം. നെല്ല്. ഉയർന്ന ഫലഭൂഷ്ടിയൊക്കെ ഉള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഉയർന്ന ഫലഭൂഷ്ടിയുള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ്. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തരും, എക്കൽ മണ്ണിന് ഫലഭൂഷ്ടി കുറവാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഉയർന്ന ഫലഭൂഷ്ടിയുള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഓക്കെ, അപ്പൊ എക്കൽ മണ്ണ് നെൽകൃഷിക്ക് ആവശ്യമായ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് അതാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് എക്കൽ മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്, അഥവാ അല്ലൂവിയൽ സോയിൽ. നെല്ല്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. അപ്പോൾ അല്ലൂവിയൽ സോയിൽ, നെല്ല്, നെല്ല്. ഓക്കെ, അത് വെച്ച് കണക്ട് ചെയ്യണേ. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം തന്നാൽ ഇനി തെറ്റരുത്. അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015. അന്താരാഷ്ട്ര മണ്ണ് ദിനം ഡിസംബർ 5. ഓക്കെ, ഇത് രണ്ടും കിട്ടിയല്ലോ. അന്താരാഷ്ട്ര മണ്ണ് വർഷം ഡിസംബർ 15-ഉം അന്താരാഷ്ട്ര മണ്ണ് വർഷം 2015-ഉം അന്താരാഷ്ട്ര മണ്ണ് ദിനം ഡിസംബർ 5-മാണ്. ഡിസംബർ 1 എയ്ഡ്സ് ദിനമാണ്. 2016 എന്ത് വർഷമാണ്? അന്താരാഷ്ട്ര പയർ വർഷമാണ്. ആവർത്തന പട്ടിക വർഷം 2019-ആണ്. അന്താരാഷ്ട്ര കെമിസ്ട്രി വർഷം 2011-ആണ് കേട്ടോ. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി ആചരിക്കുന്നത് അല്ലേ, മില്ലറ്റ് വർഷം എപ്പോഴാണ്? 2023-ലാണ് മില്ലറ്റ് വർഷം. ഒട്ടക വർഷമാണ് 2024. 2024-ആണ് ഒട്ടക വർഷം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പഠിച്ചു? 2015 മണ്ണ് വർഷം. ഓക്കെ, 2015-ആണ് മണ്ണ് വർഷം. 16 നമ്മൾ പഠിച്ചു കേട്ടോ. 16 എന്താണ്? പയർ വർഷം. 2016 പയർ വർഷം. എക്കൽ മണ്ണും നമ്മൾ പഠിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഉയർന്ന ഫലഭൂഷ്ടിയുള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഇനി പ്രധാനപ്പെട്ട ഒന്ന് പഠിക്കാനുള്ളത് ചെങ്കൽ മണ്ണാണ്. ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ.
ചെങ്കൽ മണ്ണ്. ഓക്കെ, അഥവാ ലാറ്ററൈറ്റ് സോയിൽ. എന്താണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ് അല്ലെ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. തെങ്ങിനൊക്കെ അനുയോജ്യമായ മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. നമുക്കറിയാലോ കേരളത്തിൽ തെങ്ങ് കൂടുതലാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ചെങ്കൽ മണ്ണാണ്. തെങ്ങ്, റബ്ബർ എന്നിവയ്ക്കൊക്കെ അനുയോജ്യമായ ഒരു മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. അതുപോലെ തന്നെ പർവ്വത മണ്ണും റബ്ബറിനൊക്കെ അനുയോജ്യമായ മണ്ണിനമാണ്. അപ്പൊ ചെങ്കൽ മണ്ണ് അതുമായിട്ട് കണക്ട് ചെയ്യണം. ചെങ്കൽ മണ്ണാണ്, ചെമ്മണ്ണല്ല. രണ്ടും മാറിപ്പോവുക. ചെമ്മണ്ണ് റെഡ് സോയിലാണ്, ഇത് ലാറ്ററൈറ്റ് സോയിലാണ്. ചെമ്മണ്ണ് എന്താണ്? ഒമിനിബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നതാണ്. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താണെന്ന് ചോദ്യം വരാറുണ്ട്. അത് അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ്. അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം. ഇവിടെ എന്ത് പഠിച്ചു? ചെങ്കൽ മണ്ണ് അഥവാ ലാറ്ററൈറ്റ് സോയിൽ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് സോയിൽ. ഇപ്പൊ നമ്മൾ പഠിച്ച പോയിന്റ്സ് ഒക്കെ ഒന്ന് നോക്കാം. 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം. December 5 അന്താരാഷ്ട്ര മണ്ണ് ദിനം. പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് എക്കൽ മണ്ണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ചെങ്കൽ മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഓക്കെ, പിന്നെ ഏതാണ്? ചെമ്മണ്ണ്. ഒമിനിബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനമാണ് ചെമ്മണ്ണ്. ഇത്ര പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കാം. പിന്നെ നമുക്ക് കറുത്ത മണ്ണ് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാണ്ട്. ഈ ചെങ്കൽ മണ്ണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ, അത് പഠിച്ചാൽ മതി. പിന്നെ ലാറ്ററൈറ്റ് സോയിൽ ആണ്. അപ്പൊ എന്തുകൊണ്ടാണ്? ലാറ്ററൈസേഷൻ ആണ്, അതിന്റെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്നതാണ് ലാറ്ററൈസേഷൻ. ഓക്കെ, അപ്പൊ അതും കിട്ടി. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഒന്നാണ് കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ. ഓക്കെ, ബ്ലാക്ക് സോയിൽ അത് ചോദിക്കും. ഓക്കെ, കറുത്ത പരുത്തി മണ്ണ് എന്നറിയപ്പെടുന്നത് അല്ലെ? കറുത്ത പരുത്തി മണ്ണ്. അപ്പൊ എന്ത് മനസ്സിലാക്കാം അതിൽ നിന്ന്? കറുത്ത പരുത്തി മണ്ണെന്ന് ഒപ്പം തന്നെ പഠിച്ചു പോയി നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഏതാണ്? പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനും ഏതാ ചോദ്യം വരാറുണ്ട്. അതുകൊണ്ടാണ് അത് മാത്രം ഞാൻ തരുന്നത്. നെൽകൃഷി തന്നല്ലോ, നെൽകൃഷിയും ചോദ്യം വരാറുണ്ട്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണാണ്. ഓക്കെ, അതുപോലെ തന്നെ കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണാണ്. ഓക്കെ, അപ്പൊ കരിമ്പ്, പരുത്തി എന്നിവയ്ക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ കിട്ടുമല്ലോ, കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണ് 2 പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതാണ് കൂടുതലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചോദ്യം. റിഗർ, പിന്നെ ഒരു പേരെന്താണ്? ചെർണോസം. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏത് എന്ന് ചോദിച്ചാൽ കിട്ടുമല്ലോ. ഏതാണ്? കറുത്ത മണ്ണ്, കറുത്ത പരുത്തി മണ്ണാണ്. അപ്പൊ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. അപ്പൊ അത് കിട്ടിയല്ലോ. ഇനി പരുത്തിയെ പറ്റി നമ്മൾ പഠിച്ചതല്ല. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ പരുത്തിയാണ് അല്ലെ? ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്. ഓക്കെ, പരുത്തി, ചണം നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ചണമാണ്. ഗോൾഡൻ ഫൈബർ ചണം, യൂണിവേഴ്സൽ ഫൈബർ ആണ് പരുത്തി. അപ്പൊ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. എന്ത് വിളകളാണ്? ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ് അല്ലെ? പരുത്തി, ചണം എന്നിവ അല്ലെ? പനിച്ച, എനക്ക്, സോയമരി നമ്മൾ പഠിച്ചാണ്. എന്താണ്? പരുത്തിയാണ്. നീ എന്താണ്? നിലക്കടലയാണ്. 2 ചാണ്ട് ചണവും ഏതാ? ചോളവുമാണ് അല്ലെ? ഇതൊക്കെ ഖാരിഫ് വിളകൾക്ക് ഉദാഹരണമാണ്. നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്. എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ പറയാം. ഓക്കെ, കിട്ടുന്നില്ലെങ്കിൽ പറയണ്ട, കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ പഠിക്കുക. മൺസൂൺ വിളകൾ എന്നറിയപ്പെടുന്നതാണ് ഖാരിഫ് വിളകൾ. ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ റിഗർ, ചെർണോസം ഇത് പഠിച്ചു വെക്കണം. ഇത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നിങ്ങൾ എഴുതി വെക്കുന്നുണ്ടെങ്കിൽ ഇതിൽ സ്റ്റാർ ഇട്ട് വെച്ചോ, കാരണം ചോദിക്കാൻ കൂടുതൽ സാധ്യത ഉള്ള ഒരു സാധനമാണ് ഇത്. ഓക്കെ, റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതെന്ന് ചോദ്യം വരും. റിഗർ, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനമാണ് കറുത്ത പരുത്തി മണ്ണ്. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. കറുത്ത പരുത്തി മണ്ണ്, കറുത്ത പരുത്തി മണ്ണ്. ഓക്കെ, കറുത്ത പരുത്തി. ഓക്കെ, അത് വെച്ച് കണക്ട് ചെയ്തോ. കറുത്ത പരുത്തി മണ്ണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പഠിക്കാൻ പറയുന്നത് ചോദിച്ചാൽ ഇത് ചോദ്യം വരും. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ചോദ്യം വരും. കറുത്ത പരുത്തി മണ്ണാണ്, കറുത്ത പരുത്തി മണ്ണ്. ഒന്നുകൂടി വാ, കറുത്ത പരുത്തി മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് കറുത്ത മണ്ണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് അല്ലുവിയൽ സോയിൽ അഥവാ എക്കൽ മണ്ണ്. ഓക്കെ, നെൽകൃഷിക്ക് അനുയോജ്യമായത് എക്കൽ മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചെങ്കൽ മണ്ണ്. ഡക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കറുത്ത മണ്ണ്. ഈ കറുത്ത മണ്ണുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് കൂടി ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? പാലക്കാട്. ജില്ല ചോദിച്ചാൽ പാലക്കാട് എന്ന് എഴുതിക്കോ. സ്ഥലം ചോദിച്ചാൽ അത് ചിറ്റൂരാണ്. പാലക്കാടുള്ള ചിറ്റൂരാണ് എന്ത് കാണപ്പെടുന്നത്? കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കറുത്ത മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എവിടെയാണ്? പാലക്കാടുള്ള ചിറ്റൂരാണ്. ഇത്ര പോയിന്റ്സ് ആണ് ഇവിടുന്ന് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ ചെമ്മണ്ണാണ്. പഠിച്ചു വെച്ചോട്ടോ. ഒരു ചുവന്ന ബസ് ആലോചിച്ചാൽ മതി, ചുവന്ന KSRTC ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്കത് കിട്ടും. ഒമിനി ബസ് ഗ്രൂപ്പ് ചെമ്മണ്ണാണ്. ചെമ്മണ്ണാണ് റെഡ് സോയിൽ, ചെങ്കൽ മണ്ണല്ല. ഓക്കെ, ചെങ്കൽ മണ്ണ് എന്താണ്? ലാറ്ററൈറ്റ് സോയിൽ ആണ്. ചെങ്കൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പോയിട്ട് ചെമ്മണ്ണ് കുത്തരുത്. ചെമ്മണ്ണ് എന്താണ്? ചെമ്മണ്ണ് ചുവന്ന മണ്ണ് അഥവാ റെഡ് സോയിൽ ആണ് ചെമ്മണ്ണ്. ഓക്കെ, ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താന്ന് ചോദിക്കും. ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം ഏതാന്ന് ചോദിച്ചാൽ അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ്. ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളത് ഏതിലാന്ന് ചോദിച്ചാലും റെഡ് സോയിലാണ് അഥവാ ചെമ്മണ്ണിലാണ്. അപ്പൊ അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം. അതും കിട്ടിയല്ലോ. അപ്പൊ അതുവരെ ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് പർവ്വത മണ്ണ് പഠിക്കാം അല്ലേ? പർവ്വത മണ്ണ്
പർവ്വത മണ്ണ്. പർവ്വത മണ്ണ്. ഓക്കെ, പർവ്വത മണ്ണ്. ജൈവാംശം കൂടുതലുള്ളതാണ് ജൈവാംശം. ജൈവാംശം കൂടുതലുള്ള മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ പർവ്വത മണ്ണാണ്. ജൈവാംശം കൂടുതൽ പർവ്വത മണ്ണ്. ജൈവാംശം കൂടുതൽ പർവ്വത മണ്ണിനാണ്. ഓക്കെ, ജൈവാംശം കൂടുതൽ ഏതിനാന്ന് ചോദിച്ചാൽ പർവ്വത മണ്ണും. പിന്നെ സസ്യജാലങ്ങൾ വളരാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായ മണ്ണ് ഏതാണ്? ഓക്കെ, പീറ്റ് മണ്ണാണ്. കണ്ടൽ വനങ്ങളുടെ വളർച്ചക്കൊക്കെ അത് ചോദിക്കും. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനം ഏതെന്ന് ചോദിക്കും. അത് പീറ്റ് മണ്ണാണ്. ഓക്കെ, പീറ്റ് മണ്ണ്. ഓക്കെ, പീറ്റ് മണ്ണാണ് ഏത്? കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനം. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ഏതാണ്? പീറ്റ് മണ്ണ്. അപ്പോൾ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ്. ഏതാ? കണ്ടൽ വനങ്ങൾ, പീറ്റ് മണ്ണ്. കണ്ടൽ വനങ്ങൾ പഠിച്ചു വെച്ചോ. കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായത് പീറ്റ് മണ്ണാണ്, പീറ്റി സോയിൽ. ഓക്കെ, പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനം. പീറ്റി സോയിൽ അഥവാ പീറ്റ് മണ്ണ്. പീറ്റ് മണ്ണാണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനം. പരുത്തി കൃഷിക്ക് കറുത്ത മണ്ണ്. കറുത്ത മണ്ണിന് വേറൊന്നുണ്ട്, ഇതുകൂടി ഒന്ന് പഠിച്ചു വെച്ചോ. ബസാൾട്ട് ശിലകൾക്ക്, അല്ലേ? അത് കേട്ടിട്ടുണ്ടാവുമല്ലോ, ബസാൾട്ട് ശില. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനം ഏതാണെന്ന് ചോദ്യം വരും. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? അത് കറുത്ത മണ്ണാണ് കേട്ടോ. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. അതും കൂടി പഠിച്ചു വെക്കണേ. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് ഉണ്ടാകുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണിനം ഏതെന്ന് ചോദിച്ചാൽ അതേതാണ്? കറുത്ത മണ്ണ്. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ചെങ്കൽ മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണ്. ഓക്കെ, പിന്നെ എന്തൊക്കെ പഠിച്ചു? ഒമിനി ബസ് ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ ചെമ്മണ്ണ്, അല്ലെ? ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം എന്താന്ന് ചോദിച്ചാൽ അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം. അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യം. ഓക്കെ, അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന്റെ ചുവപ്പ് നിറത്തിന് കാരണം. പിന്നെ പീറ്റ് മണ്ണ് പഠിച്ചു, അല്ലെ? പീറ്റ് മണ്ണ് കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനമാണ് പീറ്റ് മണ്ണ്. ഓക്കെ, കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണിനമാണ് പീറ്റ് മണ്ണ്. സസ്യജാലങ്ങൾ വളരാനൊക്കെ ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? പീറ്റ് മണ്ണ്. അതുകൊണ്ട് തന്നെ കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് പീറ്റ് മണ്ണ്. പിന്നെ ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനം അത് നമുക്ക് അറിയാലോ. ജൈവാംശം ഏറ്റവും കൂടിയ മണ്ണിനം ഏതാന്ന് ചോദിച്ചാൽ അത് പർവ്വത മണ്ണാണ്. അപ്പൊ അത്ര കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അന്താരാഷ്ട്ര മണ്ണ് വർഷം എപ്പോഴാണ് പഠിച്ചു വെച്ചോ. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്. 2015 2016 പയർ വർഷമാണ്. 2023 മില്ലറ്റ് വർഷമാണ്. 2024 ഒട്ടക വർഷമാണ്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഹായ്, നിങ്ങളിൽ പലരുടെയും ആവശ്യപ്രകാരം നിങ്ങൾക്ക് കൂടി ഉപകരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കാര്യം മുഴുവനായും കേൾക്കാൻ ശ്രമിക്കുക. നല്ലൊരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയല്ലേ നിങ്ങൾ? അപ്പോൾ ദിവസവും ഒരു 10-20 മിനിറ്റ് മാറ്റി വെക്കാൻ നിങ്ങൾ തയ്യാറല്ലേ? എങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഓഗസ്റ്റിൽ വാട്സപ്പിലൂടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബാച്ച് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റിലാണെങ്കിലും ആദ്യം ജോയിൻ ചെയ്യുന്ന 100 ആളുകൾക്ക് 99 രൂപ ഫീസിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ബാച്ചിൽ അംഗമാവാവുന്നതാണ്. അതിനുശേഷം ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് 150 രൂപ ഫീസിലും ബാച്ചിൽ അംഗത്വം എടുക്കാവുന്നതാണ്. ഓഗസ്റ്റിലാണ് നമ്മൾ പഠനം ആരംഭിക്കുന്നതെങ്കിലും അതിനു മുന്നോടിയായി ജൂൺ, ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഓരോ പരീക്ഷകൾക്കും വേണ്ട ടിപ്സ്, അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ, കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, ഓരോ പരീക്ഷകൾക്ക് മുമ്പും നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻ, അങ്ങനെയുള്ളതെല്ലാം നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ബാച്ച് എന്ന് മെസ്സേജ് ചെയ്യുക. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. സമത്വ സമാജം പഠിച്ചതാണ്, അല്ലേ? കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിലുമായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? സമത്വ സമാജം. സമം എന്ന് കണ്ട ആരെ ഓർക്കണം? വൈകുണ്ഠ സ്വാമികളെ ഓർക്കണം. അപ്പോൾ അത് ശരിയാണ്. ഓക്കെ, സമത്വ സമാജം, സമപന്തി ഭോജനം, ഇതൊക്കെ വൈകുണ്ഠ സ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ച വർഷം നമ്മൾ പഠിച്ചാണ് 1836. കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി കണക്കാക്കുന്നത് ഏതാണ്? അതും സമത്വ സമാജമാണ്. ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവായി കണക്കാക്കുന്നത് ആരെയാണെന്ന് ചോദിച്ചാലും അത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ അവിടെ കണക്ട് ചെയ്യുക. അരയ സമാജം, പൊയ്കയിൽ യോഹന്നാൻ. ഏതാ? പൊയ്കയിൽ യോഹന്നാനാണോ അരയ സമാജം? അല്ലല്ലോ. ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആലോചിക്കാൻ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. കറുത്ത അരയന്നം എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. കറുത്ത അരയന്നം. ആത്മവിദ്യാസംഘം, സഹോദരൻ അയ്യപ്പൻ. ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു
സഹോദര സംഘം. അത് അതിൽ തന്നെ ഉണ്ട് സഹോദരൻ അയ്യപ്പൻ. നേരത്തെ നമ്മൾ എന്തോ കോഡ് പറയുമ്പോൾ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സഹോദര സംഘമാണ് സഹോദരൻ അയ്യപ്പൻ. അതും തെറ്റാണ്. ജാതിനാശിനി സഭ ആനന്ദ തീർത്ഥൻ, അതും വേണമെങ്കിൽ കോഡിലൂടെ പറഞ്ഞുതരാം. ജാതിനാശിനി, അവിടെ നാശം എന്നുള്ളൊരു വാക്കുണ്ട്, നാശിനി. ഓക്കെ, നാശം എന്താ? തീർക്കുക, നാശിപ്പിക്കുക. ഓക്കെ, നാശം തീർക്കുക എന്നാലും. അപ്പൊ ജാതി നാശിനി സഭ, നാശിനിയിൽ വെച്ചിട്ട് തീർത്ഥൻ, അത് കണക്ട് ചെയ്യണം, തീർക്കുക. ഓക്കെ, അപ്പൊ ജാതിനാശിനി തീർക്കുക. അപ്പൊ സമത്വ സമാജം ശരിയാണ്, ജാതിനാശിനി സഭ ശരിയാണ്. തെറ്റായ ജോഡിയാണ് ചോദിച്ചിട്ടുള്ളത്. 2, 3 തെറ്റ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഇനി നമുക്ക് കുറച്ച് സഭകളും അതിന്റെ സ്ഥാപകരെയും നമുക്ക് പഠിക്കാം, അതിന്റെ വർഷവും നമുക്ക് പഠിക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഏത് പഠിക്കണം? സമത്വ സമാജം. അത് നമ്മൾ പഠിച്ചതാണല്ലോ, എന്നാലും ഒന്ന് പഠിച്ചു നോക്കാം, റിപ്പീറ്റ് ചെയ്യുക. സമത്വ സമാജം. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. സമത്വ സമാജം 1836 1836 വൈകുണ്ഠ സ്വാമികളാണ് സ്ഥാപിച്ചത്. അപ്പൊ പഠിച്ചു വെച്ചോ, പഠിച്ചിട്ട് പോയാൽ മതി. 1836 വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം സമപന്തി ഭോജനം അല്ലെ, സമപന്തി ഭോജനം നടത്തിയത് ആരാന്ന് ചോദിച്ചാലും വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ നമ്മൾ പഠിച്ചിരുന്നു പന്തി ഭോജനം ആരാണ്? തൈക്കാടയ്യ അല്ലെ, ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്ന തൈക്കാടയ്യാണ് പന്തി ഭോജനം നടത്തിയത്. ഓക്കെ, പന്തി ഭോജനം തൈക്കാടയ്യ. ഓക്കെ, മിശ്രഭോജനം ആരാണ്? മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ്. പിന്നെ പ്രീതി ഭോജനം വാഗ്ഭടാനന്ദനാണ് അല്ലെ, പ്രീതി ഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദൻ. ഇതൊക്കെ ഓർത്തു വെക്കുക കേട്ടോ, ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. അപ്പൊ സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ 1836. പിന്നെ 1896 എന്താണ്? ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് അപ്പോഴല്ലേ. അപ്പൊ എന്താണ് ഈഴവ മഹാസഭ? ഈഴവ മഹാസഭ സ്വാഭാവികമായിട്ടും ആരാണ്? ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആര് എന്ന് ചോദിച്ചാലും, ഈഴവ മഹാസഭ സ്ഥാപിച്ചത് ആര് എന്ന് ചോദിച്ചാലും ഡോക്ടർ പൽപ്പുവാണ്. 2 വർഷം 1896. ഓക്കെ, ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പുവാണ്. അപ്പൊ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാ? മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. 1891 മലയാളി മെമ്മോറിയൽ അല്ലെ. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ മലയാളി മെമ്മോറിയൽ. ഓക്കെ, മലയാളി മെമ്മോറിയൽ. പിന്നെയും ചോദ്യം വരും, മലയാളി മെമ്മോറിയൽ 3ാമതായി ഒപ്പുവെച്ചത് ആരെന്ന് ചോദിക്കും. മലയാളി മെമ്മോറിയലിൽ 3ാമതായി ഒപ്പുവെച്ചത് ആരെന്നൊരു ചോദ്യം വരാറുണ്ട്. അത് ഡോക്ടർ പൽപ്പുവാണ് കേട്ടോ, ഡോക്ടർ പൽപ്പുവാണ്. അപ്പൊ ഈഴവ മഹാസഭ പഠിച്ചു, സമത്വ സമാജം നമ്മൾ പഠിച്ചു. സമത്വ സമാജം, ഈഴവ മഹാസഭ. അതിൽ സമത്വ സമാജം സ്ഥാപിച്ചത് 1836, ഈഴവ മഹാസഭ 1896. അപ്പൊ രണ്ടും കിട്ടിയല്ലോ. ഈഴവ മഹാസഭ 1896, ഈഴവ മെമ്മോറിയൽ അറിയുന്നവർക്ക് അതും കിട്ടും. 1896. ഇനി അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട SNDP, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം. എപ്പോഴാണ്? 1903. 1903 മെയ് 15 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. ആരാണ് സ്ഥാപിച്ചത്? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അതൊക്കെ അറിയാം, ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അഥവാ SNDP സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാലും ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പുവാണ് കേട്ടോ, ഡോക്ടർ പൽപ്പുവാണ് SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അത് കുമാരനാശാൻ. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അത് കുമാരനാശാനാണ്. ആദ്യ മുഖപത്രം ഏതാണ്? വിവേകോദയം അല്ലെ, വിവേകോദയമാണ് SNDPയുടെ ആദ്യ മുഖപത്രം. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കട്ടോ. പിന്നെ SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണ്? വാവൂട്ടി യോഗമാണ്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ടി യോഗം. 1903 മെയ് 15 SNDP സ്ഥാപിതമായത്. അപ്പൊ SNDP സ്ഥാപിച്ചത് ആരാന്ന് പഠിച്ചു? ശ്രീനാരായണ ഗുരുവാണ്. അതൊക്കെ കിട്ടും. ഓക്കെ, സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ്. ഈഴവ മഹാസഭ ഡോക്ടർ പൽപ്പുവാണ്. റിപ്പീറ്റ് ചെയ്ത് വരണേ എൻ്റെ ഒപ്പം. ഓക്കെ, ഇനി അടുത്തൊന്ന് പഠിച്ചു വെച്ചോ. സാധു ജന പരിപാലന സംഘം. ഓക്കെ, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അത് അയ്യങ്കാളിയാണ്. ഓക്കെ, അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. ഓക്കെ, സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അപ്പൊ അതുവരെ ക്ലിയർ ആയല്ലോ. വർഷം പഠിച്ചു വെച്ചു, വർഷം പറഞ്ഞില്ല അല്ലെ.
1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ഇപ്പൊ ഏതൊക്കെ പഠിച്ചു? സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ 1836. പിന്നെ 1896 ഈഴവ മെമ്മോറിയൽ ഡോക്ടർ പൽപ്പു. SNDP 1903 മെയ് 15 ആരാണ്? ശ്രീ നാരായണ ഗുരു. 1907 സാധുജന പരിപാലന സംഘം. 1907 ഒരെണ്ണം കൂടി ഉണ്ട്. 1907 അരയ സമാജ്. അരയ സമാജം ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. ഓക്കെ, പണ്ഡിറ്റ് കറുപ്പനാണ് അരയ സമാജം. അപ്പൊ കറുപ്പൻ അല്ലെ, കറുത്ത അരയെന്ന് ആലോചിച്ചാൽ അതും കിട്ടും. അതും 1907 1907 ഏത്? അരയ സമാജം. അപ്പൊ കറുത്ത അരയെന്ന് ആലോചിച്ചാൽ അതും കിട്ടുമല്ലോ. അപ്പൊ 1907 രണ്ടെണ്ണം ഉണ്ട്, സാധുജന പരിപാലന സംഘവും അരയ സമാജം 1907. ഇനി യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ ആരാണ്? VT ഭട്ടതിരിപ്പാട്. അത് വെച്ചിട്ട് ആലോചിച്ചോ, VT ഭട്ടതിരിപ്പാട്. അത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ചോദിക്കാറുണ്ട്. ഏതാണ്? കണ്ണീരും കീനാവും. ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ VT ഭട്ടതിരിപ്പാടിന്. പിന്നെ അദ്ദേഹത്തിന്റെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കണ്ണീരും കീനാവും, പിന്നെ യോഗക്ഷേമ സഭ. ഇത് മൂന്നും കണക്ട് ചെയ്തൊരു സാധനം ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ ആലോചിക്കുക, ഈ അടുക്കളയിൽ ഏത് സമയവും കടന്ന് പുകയുന്ന സ്ത്രീകൾ ഉണ്ടാവില്ലേ? ജീവിതം അടുക്കളയിലായി പോയ സ്ത്രീകൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ജീവിതം അടുക്കളയിലാണ്. അവർക്ക് ആകെ ഉള്ളത് എന്താ? അവർക്ക് ആകെ ഉള്ളത് കണ്ണീരും കിനാവുമാണ് അല്ലേ? അവർക്ക് ആകെ ഉള്ളത് കണ്ണീരും കിനാവും അടുക്കളയിൽ. ഓക്കെ, അടുക്കളയിൽ കടന്ന് വട്ടം തിരിയാണ് അവരുടെ പണി. അപ്പൊ അതെന്താണ്? വട്ടം തിരിയ ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ കടന്ന് വട്ടം തിരിയ ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ കടന്ന് വട്ടം തിരിയുമ്പോ എന്താ ആലോചിക്കുക? കണ്ണീരും കിനാവുമാണ് ഉണ്ടാവുക. ആകെ ഉണ്ടാവുക കണ്ണീരും കിനാവും. അവിടെ കടന്ന് ജീവിതം പുകഞ്ഞു പോവാണ്. അപ്പോൾ കണ്ണീരും കിനാവും. ഇതാണ് എൻ്റെ യോഗം എന്ന് ആലോചിച്ച് നോക്കൂല്ലേ? ഇതാണ് എൻ്റെ യോഗം. എന്താണ് എൻ്റെ യോഗം? എന്താണ്? കണ്ണീരും കിനാവും. കണ്ണീരും കിനാവുമാണ് എൻ്റെ യോഗം എന്ന് ആലോചിച്ച് എന്ത് കിട്ടും? ഒന്ന് യോഗം, യോഗക്ഷേമ സഭ, കണ്ണീരും കിനാവും. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ. അത് VT ഭട്ടതിരിപ്പാട് ആണെന്ന് കണക്ട് ചെയ്യാൻ അടുക്കളയിൽ കടന്നിട്ട് വട്ടം തിരിയുക. ഈ അടുക്കള എന്തിനാ? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകമാരുടെ എന്ന് ചോദിച്ചാൽ VT ഭട്ടതിരിപ്പാടിനാണ്. അപ്പൊ അതൊക്കെ കിട്ടിയോ? അപ്പൊ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, അടുക്കളയിൽ കടന്നിട്ട് വട്ടം തിരിയാണ്. അപ്പൊ എന്താണ്? കണ്ണീരും കിനാവുമാണ്. ഇതാണ് എൻ്റെ യോഗം. ഓക്കെ, അപ്പൊ കണ്ണീരും കിനാവുമാണ് എൻ്റെ യോഗം. കണ്ണീരും കിനാവും അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അദ്ദേഹത്തിന്റെ നാടകമാണ്. ഇത് നിങ്ങൾ കാണാണ്ട് ഈ സെന്റൻസ് പഠിച്ചു വെക്കൊന്നും വേണ്ട, സാമാന്യം ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് അത് ഓപ്ഷൻ കാണുമ്പോൾ കിട്ടും കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ യോഗക്ഷേമ സഭ 1908 കേട്ടോ. 1908. അപ്പൊ 8 ഭട്ട. ഓക്കെ, 8 ഭട്ടതിരിപ്പാട്. 8 ഇങ്ങനെ വട്ടം തിരിയല്ലേ അവിടെ കിടന്നിട്ട്? 8 ഇതാങ്ങണ്ടോ? 8 വട്ടം തിരിയ. ഓക്കെ, 8ന്റെ പണി കിട്ടിയിട്ട് വട്ടം തിരിയെന്നൊക്കെ ആലോചിച്ചാൽ മതി. അപ്പൊ ഭട്ടതിരിപ്പാട് 8. ഓക്കെ, ഭട്ട 8. അപ്പൊ അത് വെച്ചിട്ട് അതും കണക്ട് ആയല്ലോ. ഇനി അടുത്തത് 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അറിയാം. ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. പൊയ്കയിൽ യോഹന്നാൻ. പൊയ്കയിൽ യോഹന്നാനാണ്. ഓക്കെ, പൊയ്കയിൽ യോഹന്നാനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ 1909. 1908 VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. 1908 ഭട്ട. ഓക്കെ, വട്ടം തിരിയ. ഓക്കെ, വട്ടം തിരിയ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കണ്ണീരും കിനാവും. ഓക്കെ, കണ്ണീരും കിനാവും അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അദ്ദേഹത്തിന്റെ നാടകമാണ്. അദ്ദേഹം സ്ഥാപിച്ചതാണ് യോഗക്ഷേമ സഭ. ഇതാണ് എൻ്റെ യോഗം. ഓക്കെ, അപ്പൊ യോഗക്ഷേമ സഭ 1908 ഭട്ടതിരിപ്പാട്. 1908 ഭട്ടതിരിപ്പാട്. 1907 അരയ സമാജവും പിന്നെ അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘം. അരയ സമാജം സ്ഥാപിച്ചത് കറുത്ത അരയന്നം. അപ്പോൾ പണ്ഡിറ്റ് KP കറുപ്പൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. പിന്നെ ഏതാണ്? സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ഇതുവരെ ക്ലിയർ അല്ലേ? 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, പൊയ്കയിൽ യോഹന്നാൻ. പിന്നെ ഏതാണ്? കല്യാണദായിനി സഭ. അത് വർഷം പഠിച്ചു. 1912 അതും ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. അതും അതുപോലെ തന്നെ കൊച്ചി പുലയ മഹാസഭ. ഓക്കെ, കൊച്ചി പുലയ മഹാസഭ സ്ഥാപിച്ചത് ആരാന്ന് ചോദിച്ചാലും പണ്ഡിറ്റ് KP കറുപ്പനാണ്. പക്ഷെ അതിന്റെ വർഷം 1913. 1913. 12 ഏതാണ്? കല്യാണദായിനി സഭ. ഓക്കെ,
കല്യാണദായിനി സഭ 12-ലാണ്, 1912-ലാണ് ആലോചിച്ച് നോക്കുക. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി. 12 മക്കളെ പെറ്റൊരമ്മേ, അതില്ലേ 12 മക്കളെ വെച്ച് കണക്ക് ചെയ്തോട്ടെ. ഈ 12 മക്കളെയും കല്യാണം കഴിച്ച് വിടണ്ടേ ചെയ്യാൻ നമുക്ക്. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ, അത് വെച്ച് കണക്ട് ചെയ്യുക. അപ്പൊ 12 മക്കളെ പെറ്റൊരമ്മേ, 12 മക്കൾ, ഇതിനെ 12 എണ്ണത്തിനും കല്യാണം കഴിപ്പിച്ചു വിടണം. അപ്പോൾ കല്യാണദായിനി സഭ പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഓക്കെ, പണ്ഡിറ്റ് KP കറുപ്പനാണ്. 1913 കൊച്ചി പുലയ മഹാസഭ, അതും പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇനി പ്രധാനപ്പെട്ട NSS ന്റെ ഫുൾ ഫോം ഒക്കെ ചോദ്യം വരാറുണ്ട്. നായർ സർവീസ് സൊസൈറ്റി ആണ് കേട്ടോ, നായർ സർവീസ് സൊസൈറ്റി ആണ്. ഓക്കെ, 1914 നമ്മൾ നേരത്തെ പറഞ്ഞു. ആരാണ് സ്ഥാപിച്ചത്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ. ഓക്കെ, മന്നത്ത് പത്മനാഭനാണ് എന്ത് സ്ഥാപിച്ചത്? എന്താണ്? NSS, നായർ സർവീസ് സൊസൈറ്റി. 1914 ഈ വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. വർഷങ്ങൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയത് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. 1903 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷമാണ്. ഏതാണ്? SNDP. പിന്നെ ഒന്ന് 1907 സാധുജന പരിപാലന സംഘം. പിന്നെ ആദ്യത്തേതായതുകൊണ്ട് അതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. സമത്വ സമാജം അല്ലേ? സമത്വ സമാജം 1836-ലാണ്. പിന്നെ ഈഴവ മഹാസഭ 1896. പിന്നെ ഇതാണ് 1914, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. NSS സ്ഥാപിച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ മന്നത്ത് പത്മനാഭൻ 1914-ലാണ് സ്ഥാപിച്ചത്. 1912 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. അപ്പോൾ അത് വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഈ 12 മക്കളെയും കെട്ടിച്ചു വിടണം. ഓക്കെ, അതിൽ 12 മക്കളെയും നമുക്ക് കെട്ടിച്ചു വിടാൻ പറ്റുമോ? ഇല്ല, കാരണം ഒരാൾ ഭ്രാന്തനാണ്. നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ എന്ന് ഒരാൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഭ്രാന്തനെ കെട്ടിച്ചു വിടാൻ പറ്റുമോ? അല്ലെ, ഭ്രാന്തന് പെണ്ണ് കിട്ടുമോ? ഇല്ല. അപ്പോൾ അത് വെച്ചിട്ട് കണക്ട് ചെയ്യാട്ടോ. അത് വെച്ചിട്ടൊന്നും കണക്ട് ചെയ്യേണ്ട. 12 മക്കൾ എന്നാലോചിച്ചോ, 12 മക്കളെയും കല്യാണം കഴിപ്പിച്ചു വിടണം. അപ്പൊ കല്യാണദായിനി സഭ 1912. ഓക്കെ, കൊച്ചി പുലയ മഹാസഭ 1913. രണ്ടും പണ്ഡിറ്റ് KP കറുപ്പൻ. ഓക്കെ, യോഗക്ഷേമ സഭ VT ഭട്ടത്തിരിപ്പാട് കേട്ടോ. യോഗക്ഷേമ സഭ VT ഭട്ടത്തിരിപ്പാട്. ഇനി ആത്മവിദ്യാസംഘം. ആത്മവിദ്യാസംഘം 1917-ലാണ്. ഇത് കണക്ട് ചെയ്യാൻ ഞാൻ ഒരു സാധനം പറഞ്ഞുതരാം. വാക്പടാനന്ദൻ, ഇതിങ്ങനെ എഴുതേണ്ട കാര്യമല്ല. ഈ വാഗ്ബ ഇത് കണ്ടോ, ഗബ പിന്നെ ആത്മ എന്ന് കണ്ട വാഗ്ബ, അത് വെച്ച് കണക്ട് ചെയ്തോ. ഇവിടെ ഗായും ബായും കൂടിച്ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ആത്മയിൽ തായും മായും കൂടിച്ചേരുന്നുണ്ട്. ആത്മ വാഗ്ബ, അത് വെച്ച് കണക്ട് ചെയ്യണേ. പിന്നെ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടും, ഉറപ്പ് പറഞ്ഞുതരാം. സംഭവം കുറച്ച് പൊട്ടത്തരാണെങ്കിലും പിന്നെ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടും. ആത്മ വാഗ്ബ, ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. എപ്പോഴാണ്? 1917-ലാണ് ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. 1917 വാഗ്ബടാനന്ദൻ. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ അല്ലേ? സഹോദര സംഘം ആരാണ്? സഹോദര സംഘം സ്ഥാപിച്ചത് ആരാന്ന് വെച്ചാൽ സഹോദരൻ അയ്യപ്പൻ. അതും 1917-ലാണ്. സഹോദര സംഘം 1917 സഹോദര സംഘവും സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. അത് അവിടെ കണക്ട് ചെയ്യാലോ. സഹോദരൻ അയ്യപ്പൻ. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ. ജാതി വേണ്ട, മതം വേണ്ട എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പൻ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യൻ എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികൾ. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ദൈവം ഒന്ന്, ലോകം ഒന്ന്, മനുഷ്യന് എന്ന് പറഞ്ഞത് വൈകുണ്ഠ സ്വാമികളും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞത് ആരാണ്? അത് ശ്രീനാരായണ ഗുരു. ജാതി മീമാംസ എന്ന കൃതിയിലാണ് ഈ ശ്രീനാരായണ ഗുരു ആരിൽ നിന്നും സ്വീകരിച്ച വാക്കുകളാണ്. ആരുടെ വാക്കുകളാണ് പിന്നീട് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് പറഞ്ഞത്? ആരുടെ വാക്കുകളാണ് യഥാർത്ഥത്തിൽ? ആരുടെയാണ്? തൈക്കാടയ്യാണ്. പലർക്കും അറിയാത്തൊരു കാര്യമാണ് തൈക്കാടയ്യ. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ തൈക്കാടയ്യ. ആ വാക്കുകളാണ് ഗുരു കടമെടുത്ത് മലയാളത്തിലേക്ക് മാറ്റി പ്രസിദ്ധമായത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഓക്കെ, പിന്നെ അവനവനാത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ്. ആത്മോപദേശ ശതകം എന്ന കൃതിയിലാണ്. പിന്നെ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ വേള രചിച്ച കൃതിയാണ് ശിവശതകം. ഞാൻ ശിവപ്രതിഷ്ഠ എന്ന് തന്നെ പഠിക്കാൻ പറഞ്ഞിരുന്നു അല്ലെ. ശിവപ്രതിഷ്ഠ, അവിടെ ഗുരു ഒരു വാക്യം പറയുന്നുണ്ട്, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറയുന്നത്. എന്താണ്? ഉയർന്ന ജാതിക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ശിവനെ പ്രതിഷ്ഠിക്കണം? ശിവ ഞങ്ങളുടെ അല്ലേ, ഞങ്ങളുടെ ദൈവമല്ലേ എന്നൊക്കെ പറയണം. അപ്പൊ എന്താണ്? ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത്, ഈഴവർക്ക് ഇതൊന്നും ആരാധിക്കാൻ പാടില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത്, എന്തുകൊണ്ട് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തി എന്നൊക്കെ പറഞ്ഞിരുന്നു. അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷം 1888 ആണ്. 1888. അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് എവിടെ നിന്നാന്ന് ചോദിച്ചാൽ നെയ്യാറിലെ ശങ്കരൻ കുഴിയിൽ നിന്നാണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ സഹോദര സംഘം 1917 സഹോദര സംഘം. മിശ്രഭോജനം നടത്തിയതും സഹോദരൻ അയ്യപ്പനാണ്. 1917 സഹോദര സംഘം സ്ഥാപിച്ചത്. ഇനി ലാസ്റ്റത്തെ ഒരെണ്ണം കൂടി പഠിക്കാം. ജാതിനാശിനി. തീർത്തു, ലാസ്റ്റത്തെ അല്ലേ? ജാതിനാശിനി സഭ
ആരാണ്? ഞാൻ പറഞ്ഞു ജാതി നാശിനി തീർത്തു. അവസാനത്തെ നമ്മൾ പഠിക്കുന്നത് 1933 ജാതി നാശിനി സഭ 1933 നാശം അല്ല നാശം അങ്ങനെ ആലോചിക്കണ്ട, നാശിനി അതവിടെ കണക്ട് ചെയ്യാനാണ്. തീർത്തു, ഇതോടെ തീർത്തു. ജാതി നാശിനി ആനന്ദ തീർത്ഥനാണ്, ആനന്ദ തീർത്ഥൻ. ഓക്കെ, ആനന്ദ തീർത്ഥൻ, ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭ 1933. 1933. അപ്പൊ ജാതി നാശിനി സഭ ആനന്ദ തീർത്ഥനാന്ന് എനിക്ക് കിട്ടുമല്ലോ. ജാതി നാശിനി എന്ന് കണ്ടത് നിങ്ങൾ കണക്ട് ചെയ്തോ, നാശനം തീർത്തു. അപ്പൊ അവിടെ തീർത്ഥൻ ഉണ്ടാവും, ആനന്ദ തീർത്ഥൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഓപ്ഷൻ കണ്ട കിട്ടുട്ടോ, ഞാൻ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. ആനന്ദ തീർത്ഥനാണ് ജാതി നാശിനി സഭ. ജാതി നാശിനി സഭ ആനന്ദ തീർത്ഥനാണ്. സഹോദര സംഘം സഹോദരൻ അയ്യപ്പനാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളിയാണ്. ആത്മവിദ്യാസംഘം ആത്മ തായുമായും കൂടി ചേരുന്നു, വാക്ബ ഗായുമായും കൂടി ചേരുന്നു. ആത്മവിദ്യാസംഘം വാക്ബടാനന്ദനാണ് അല്ലെ. ആത്മവിദ്യാസംഘം വാക്ബടാനന്ദൻ 1917 ആത്മവിദ്യാസംഘം 1917. ആത്മവിദ്യാസംഘം 1907. 1907 എന്തൊക്കെയാണ്? ഒന്ന് അരയ സമാജവും 1907 പിന്നെ ഒന്ന് സാധുജന പരിപാലന സംഘവും 1907. സാധുജന പരിപാലന സംഘം ആരുടെയാണ്? സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. അരയ സമാജം അതുപോലെ തന്നെ കല്യാണദായിനി സഭ, കൊച്ചി പുലയ മഹാസഭ, അതൊക്കെ പണ്ഡിറ്റ് KP കറുപ്പന്റെയാണ്. പണ്ഡിറ്റ് KP കറുപ്പന്റെയാണ് ഇതെല്ലാം. ഓക്കെ, ഇത് മൂന്നും പണ്ഡിറ്റ് KP കറുപ്പൻ. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ. യോഗക്ഷേമ സഭ, യോഗം ഇതാണ് എന്റെ യോഗം, VT ഭട്ടതിരിപ്പാട് അല്ലെ. അടുക്കളയിൽ കാണുന്ന വട്ടം തിരിയാണ് എന്റെ യോഗം, കണ്ണീരും കിനാവുമാണ്. ഓക്കെ, എന്റെ യോഗം കണ്ണീരും കിനാവും. ഓക്കെ, അപ്പൊ യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്, ഭട്ട അപ്പൊ 8 അല്ലേ, 1908 അല്ലെ. 1908 VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഓക്കെ, ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പഠിച്ചതൊക്കെ ക്ലിയർ അല്ലേ? SNDP സ്ഥാപിച്ചത് പഠിച്ചു വെക്കണേ. 1903 കേട്ടോ. 1903 SNDP സ്ഥാപിതമായത്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണ്? SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് വാവൂട്ടി യോഗമാണ് അല്ലെ. SNDPയുടെ ആദ്യ മുഖപത്രം ഏതാണ്? വിവേകോദയം. ഓക്കെ, വിവേകോദയം. ഇപ്പൊ ഏതാണ് SNDPയുടെ നിലവിലെ മുഖപത്രം ചോദിച്ചാൽ യോഗനാഥം അല്ലെ, യോഗനാഥം. ഓക്കെ, അപ്പൊ അതൊക്കെ അറിഞ്ഞു. ഓക്കെ, NSS സ്ഥാപിച്ചത് ആരാണ്? നായർ സർവീസ് സൊസൈറ്റി, മന്നത്ത് പത്മനാഭനാണ് അല്ലെ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരാന്ന് വെച്ചാൽ മന്നത്ത് പത്മനാഭനാണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചു വെക്കുക. എല്ലാതും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഏതെങ്കിലും ഓർത്തെടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. എക്സാമിന് പോകുമ്പോൾ കിട്ടുന്നില്ല എന്ന് തോന്നരുതല്ലോ. അപ്പോൾ കോൺഫിഡൻസ് വരണമെങ്കിൽ നല്ല രീതിയിൽ റിവിഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. ഏത് ഭാഗം ചോദിച്ചാലും എനിക്കറിയും എന്നൊരു കോൺഫിഡൻസ് വേണം. അപ്പൊ പഠിച്ച ഭാഗങ്ങളൊക്കെ പെർഫെക്റ്റ് ആക്കി വെക്കുക. നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. സമയം കളയാതിരിക്കുക. സമയം സോഷ്യൽ മീഡിയയിലൊക്കെ സമയം കളയാൻ തോന്നും. സോഷ്യൽ മീഡിയയിൽ സമയം കളയുമ്പോൾ ഒരുപാട് നമുക്കുള്ള സൗകര്യങ്ങൾ വളരെ വർദ്ധിച്ച സമയമാണ്. അതുകൊണ്ട് തന്നെ സൗകര്യം ഉപയോഗപ്പെടുത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ നിങ്ങളും പെടണം. കാരണം ഇത് ഉപയോഗപ്പെടുത്തണം നല്ല രീതിയിൽ. യൂട്യൂബിലൊക്കെ വെറുതെ ഷോർട്സ് കണ്ടിരിക്കുന്ന നേരം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. PSCയുടെ ഓരോ ക്വസ്റ്റ്യനുകൾ വർക്കൗട്ട് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ കേട്ട് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കണക്റ്റിംഗ് ഫാക്ട്സ് കേട്ട് നോക്കുക. അല്ലെങ്കിൽ റിവിഷൻ മെത്തേഡ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതിനായിട്ട് കുറച്ച് സമയം കണ്ടെത്താം. എക്സാം കഴിഞ്ഞാൽ നമുക്ക് നിർത്താലോ. എക്സാം കഴിഞ്ഞാൽ ഈ എക്സാമിൽ നമ്മൾ കയറുകയാണെങ്കിൽ നിർത്താലോ. അപ്പോൾ ഈ എക്സാമിൽ തന്നെ കയറാൻ ശ്രമിച്ചൂടെ. പിന്നെ അതിനുശേഷം ഇതിനായിട്ട് സമയം കണ്ടെത്താം. സോഷ്യൽ മീഡിയയിലൊക്കെ സമയം കളയാനായിട്ട് നമുക്ക് സമയങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് സമയമില്ലല്ലോ. ഇപ്പൊ നമുക്ക് ഇതിനായിട്ട് സമയം കണ്ടെത്താൻ ശ്രമിക്കുക. നല്ല രീതിയിൽ റാങ്ക് നേടാൻ ശ്രമിക്കുക. നല്ലൊരു റാങ്ക് തന്നെ നേടണം. ആദ്യത്തെ 10ലോ 9ലോ എന്തായാലും നിങ്ങൾ ഉൾപ്പെടണം. ജോലി ഉറപ്പാണ് എന്ന തോന്നൽ വന്ന് പിന്നെ പഠിക്കണ്ടല്ലോ. ഓക്കെ, ജോലി ഉറപ്പാണ് എന്ന തോന്നൽ വരുന്ന ഒരു റാങ്കിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നല്ല രീതിയിൽ തന്നെ പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട ടിപ്സും ട്രിക്സ് എല്ലാം നമ്മൾ ഗ്രൂപ്പിൽ നൽകുന്നതാണ്. ഗ്രൂപ്പിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ നല്ലൊരു റാങ്കിൽ നിങ്ങൾ എത്തും. ആ പറയുന്ന കാര്യങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്തു പോകുക. ചെറിയ കാര്യങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ചെറിയ കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. അത് ഈ ചെറിയ കാര്യങ്ങളാണ് ണെങ്കിലും ഇതിനൊക്കെ ഒരു ഇതിൻ്റെയൊക്കെ വില നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവും. ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. അധിക സമയം ഞാൻ പഠിക്കാൻ തരാറില്ല. ഉള്ള സമയം കുറച്ച് സമയമൊക്കെ പഠിക്കാൻ തരാറുള്ളൂ. ആ കുറച്ച് സമയം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക. പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ കേട്ട് മുന്നോട്ട് പോവുക. എക്സാം ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. നമ്മൾ റിവിഷൻ എക്സാം ഗ്രൂപ്പിൽ നടത്തുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. കിട്ടാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒന്നും കൂടി പോയി പഠിക്കുക. ഇനിയും ഏതൊക്കെ ഭാഗങ്ങളാണ് ഞാൻ ഒരു സ്റ്റഡി മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഏതൊക്കെ ഭാഗങ്ങളാണോ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ആ മാർക്ക് ചെയ്ത് വെച്ച ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് റിപ്പീറ്റ് ചെയ്യുക. ഒരു 17-ാം തീയതി അല്ലെങ്കിൽ 18-ാം തീയതി വരെയൊക്കെ പഠിച്ചാൽ മതി. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാം. 21-ാം തീയതിയാണല്ലേ ലാബ് അസിസ്റ്റന്റ് എക്സാം വരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു നല്ല റിവിഷൻ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ. ഞാൻ അതിലുള്ള വർക്കിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്തായാലും നന്നായിട്ട് പഠിക്കുക. സമയം കളയാതിരിക്കുക. നല്ലൊരു വിശ്വാസം ഉണ്ടാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസം ഉണ്ടാവണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്. നല്ലൊരു വിശ്വാസം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ ഈ എക്സാം എന്തായാലും ക്രാക്ക് ചെയ്യും. ഈ എക്സാം ഞാൻ നേടും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി പണിയെടുക്കും. തീർച്ചയായും നിങ്ങൾക്ക് പറ്റുന്ന ഫോൾട്ടുകൾ ഇപ്പോൾ തന്നെ മാറ്റാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യുക. ഈ എക്സാം എന്തായാലും നേടണം കേട്ടോ. ഈ എക്സാമോടുകൂടി ഞാൻ എന്തായാലും പഠിത്തം നിർത്തുകയാണ്. ഇതെനിക്ക് കിട്ടും. ഇതിൽ ഞാൻ പഠിത്തം നിർത്തും. ഇനി കുറേ കാലം ഞാൻ PSCയുടെ പിന്നാലെ നടക്കൂല. ഇതെനിക്ക് കിട്ടും. ഇതിൽ ഞാൻ PSCയിൽ കയറും. ഞാനൊരു PSC ഉദ്യോഗാർത്ഥി ആവും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇതുപോലുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.